ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ ഏകദേശം 100 വർഷം പിന്നോട്ട്, അതായത് 1921 ഒരു യാത്ര പോവുകയാണ്. നമ്മുടെ സ്വന്തം മലബാറിൻ്റെ മണ്ണിലേക്കാണ് ഈ യാത്ര. ഇന്നത്തെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലാണ് ഈ കഥയുടെ ഭൂരിഭാഗവും നടക്കുന്നത്. ബ്രിട്ടീഷ് ഭരണം അതിൻ്റെ എല്ലാ ശക്തിയോടും കൂടി ഇന്ത്യയെ അടക്കി ഭരിക്കുന്ന കാലം. ഈ കഥയിലെ പ്രധാന താരം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, വാരിയും കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സമാന്തര സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത ധീരനായ പോരാളി. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ബ്രിട്ടീഷ് രേഖകളിൽ വില്ലൻ, കൊള്ളക്കാരൻ എന്നൊക്കെ കാണുമെങ്കിലും മലബാറിലെ പാട്ടുകളിലും സാധാരണക്കാരുടെ ഓർമ്മകളിലും അദ്ദേഹം ഒരു വീരനായകനാണ്. ഈ കഥ വെറുമൊരു ചരിത്ര വിവരണം മാത്രമല്ല, ഇതിലൊരുപാട് നാടകീയ മുഹൂർത്തങ്ങളുണ്ട്. ഒരൊറ്റ തോക്കിൻ്റെ പേരിൽ ഒരു നാട് മുഴുവൻ ഇളകിമറിയുന്നതും, ബ്രിട്ടീഷ് സൈന്യത്തെ മലഞ്ചെരിവുകളിൽ ഒളിപ്പോരിലൂടെ വിറപ്പിക്കുന്നതും, സ്വന്തമായി പാസ്പോർട്ടും കറൻസിയും വരെ ഉണ്ടാക്കി മലയാള രാജ്യം ഭരിക്കുന്നതും നമ്മൾ കാണും. എന്നാൽ എല്ലാ വീരകഥകളിലെയും പോലെ ഇതിലും ചതിയുടെയും ദുരന്തത്തിൻ്റെയും കറുത്ത ഏടുകളുണ്ട്. ശ്വാസം കിട്ടാതെ ഒരു തീവണ്ടി മുറിയിൽ കടന്ന് മനുഷ്യർ പിടഞ്ഞു മരിക്കുന്ന വാഗൺ ട്രാജഡിയുടെ നൊമ്പരം നമ്മൾ കേൾക്കും. അവസാനം ഏറ്റവും വിശ്വസിച്ച ഒരാൾ തന്നെ ഒത്തുകൊടുക്കുമ്പോൾ ഒരു വീരനായകൻ ഇങ്ങനെയാണ് വീണു പോകുന്നതെന്നും നമ്മൾ അറിയും. ഒന്ന് കണ്ണടച്ച് സങ്കല്പിച്ചു നോക്കൂ. മരതക പച്ച പുതച്ച ഏറനാടൻ കുന്നുകൾക്കിടയിൽ ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിറങ്ങുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ചിത്രം. അവരുടെ കണ്ണുകളിൽ നൂറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയ ദേഷ്യവും ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയും ഒരുപോലെ തിളങ്ങുന്നു. ആ കണ്ണുകളിലെ തീയാണ് ഒരു വലിയ കൊടുങ്കാറ്റായി മലബാറിൽ ആഞ്ഞടിക്കാൻ പോകുന്നത്. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ കഥ തുടങ്ങുന്നത് 1921 തുടക്കത്തിലാണ്. മലബാർ ആകെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. പുറമേക്ക് നോക്കുമ്പോൾ എല്ലാം ശാന്തമാണെന്ന് തോന്നാം. നെൽപ്പാടങ്ങളിൽ ആളുകൾ പണിയെടുക്കുന്നുണ്ട്, അങ്ങാടികളിൽ കച്ചവടം നടക്കുന്നുണ്ട്, പുഴകളിൽ വഞ്ചികൾ ഓടുന്നുണ്ട്. പക്ഷേ ആ ശാന്തതയുടെ അടിയിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. ഈ പുകച്ചിലിന് ഒരു ദിവസമോ ഒരു മാസമോ പഴക്കമല്ല, പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഈ മണ്ണിൽ നിലനിന്നിരുന്ന ജീവിത രീതിയാണ്. മലബാറിലെ ഭൂമിയുടെയെല്ലാം ഉടമസ്ഥർ ജന്മിമാർ എന്ന് വിളിക്കുന്ന ഒരു ചെറിയ വിഭാഗം ആളുകളാണ്. ഇവർ കൂടുതലും ഉയർന്ന ജാതിയിലുള്ള ഹിന്ദുക്കളായിരുന്നു. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപേ ഈ വ്യവസ്ഥ ഇവിടെയുണ്ട്. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. അവർ ജന്മിമാർക്ക് ഭൂമിയുടെ മേൽ എല്ലാ അധികാരവും നിയമപരമായി നൽകി. പാട്ടക്കുടിയാന്മാർ, അതായത് ഭൂമിയിൽ എല്ലുമുറിയെ പണിയെടുക്കുന്ന കർഷകർ, വെറും അടിമകളെപ്പോലെയായി. ഈ കുടിയാന്മാരിൽ ഭൂരിഭാഗവും മാപ്പിളമാർ എന്ന് വിളിക്കപ്പെടുന്ന മുസ്ലിങ്ങളായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം തലമുറകളായി ഒരു തുണ്ട് ഭൂമിയിൽ കൃഷി ചെയ്യുന്നു. ആ മണ്ണാണ് നിങ്ങളുടെ ലോകം. പെട്ടെന്നൊരു ദിവസം ജന്മി വന്ന് പറയുകയാണ്, ഇറങ്ങിപ്പോ, ഈ ഭൂമി ഇനി വേറൊരാൾക്ക് പാട്ടത്തിന് കൊടുത്തു എന്ന്. അല്ലെങ്കിൽ ഈ വർഷം മുതൽ പാട്ടം ഇരട്ടിയാണ്, തന്നില്ലെങ്കിൽ കുടിയിറങ്ങണം എന്ന് പറയുന്നു. നിങ്ങൾക്ക് നിയമത്തിൻ്റെ ഒരു സഹായവും കിട്ടില്ല. കാരണം നിയമം ജന്മിയുടെ കൂടെയാണ്. ബ്രിട്ടീഷ് പോലീസും കോടതിയും ജന്മിയെയാണ് സംരക്ഷിക്കുന്നത്. ഈ അനീതിക്കെതിരെ പതിറ്റാണ്ടുകളായി ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ മലബാറിൻ്റെ പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ബ്രിട്ടീഷുകാർ വളരെ വേഗം അടിച്ചമർത്തി. മതഭ്രാന്ത എന്ന് പേരും കൊടുത്തു. ഈ സമയത്താണ് ലോകത്ത് വലിയൊരു സംഭവം നടക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. ബ്രിട്ടൻ
തുർക്കിയെ തോൽപ്പിക്കുന്നു. തുർക്കിയിലെ ഭരണാധികാരിയായ ഖലീഫയെ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ അവരുടെ ആത്മീയ നേതാവായാണ് കണ്ടിരുന്നത്. ഖലീഫയുടെ അധികാരം ബ്രിട്ടീഷുകാർ ഇല്ലാതാക്കിയപ്പോൾ ഇന്ത്യയിലടക്കം വലിയ പ്രതിഷേധങ്ങൾ തുടങ്ങി. ഇതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം കത്തിനിൽക്കുന്ന സമയവുമാണ്. ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഒരു പ്രതീകമായി മാറി. 1920 ഓഗസ്റ്റിൽ ഗാന്ധിജിയും പ്രമുഖ ഖിലാഫത്ത് നേതാവായ ഷൗക്കത്ത് അലിയും കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിക്കാൻ വന്നപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. അതൊരു പുതിയ ഉണർവായിരുന്നു. ജന്മിമാരുടെ ചൂഷണത്തിൽ പൊറുതിമുട്ടിയിരുന്ന മലബാറിലെ മാപ്പിളമാർക്ക് ഖിലാഫത്ത് പ്രസ്ഥാനം ഒരു പുതിയ പ്രതീക്ഷ നൽകി. അവരുടെ പ്രശ്നങ്ങൾ വെറും ഭൂമിയുടെയും പാട്ടത്തിൻ്റെയും മാത്രമല്ല, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അനീതിയുടെ ഭാഗമാണെന്ന് അവർ തിരിച്ചറിയുകയായിരുന്നു. മലബാറിലെ ഗ്രാമങ്ങളിൽ ഖിലാഫത്ത് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തുടങ്ങി. ഈ കമ്മിറ്റികളിൽ ഹിന്ദുക്കളും മുസ്ലിംകളും എല്ലാം ഉണ്ടായിരുന്നു. അവർ യോഗങ്ങൾ ചേരുകയും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയും തർക്കങ്ങൾ പരിഹരിക്കാൻ സ്വന്തമായി കോടതികൾ സ്ഥാപിക്കുക പോലും ചെയ്തു. ബ്രിട്ടീഷ് ഭരണത്തിന് സമാന്തരമായി ഒരു ഭരണം തുടങ്ങുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങളായിരുന്നു അത്. ഈ സമയത്താണ് നമ്മുടെ കഥാനായകനായ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വീണ്ടും മലബാറിൽ സജീവമാകുന്നത്. ഹാജിയുടെ കഥ കുറച്ചുകൂടി പിന്നിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിനെ ബ്രിട്ടീഷുകാർ ആൻഡമാനിലേക്ക് നാടുകടത്തിയതാണ്. ബ്രിട്ടീഷുകാർക്കെതിരായ ഒരു ചെറിയ ലഹളയിൽ പങ്കെടുത്തു എന്നതായിരുന്നു കുറ്റം. ആ ഓർമ്മകൾ ചെറുപ്പത്തിലെ ഹാജിയുടെ മനസ്സിൽ ഒരു കനലായി കിടപ്പുണ്ടായിരുന്നു. അദ്ദേഹം വെറുമൊരു പോരാളി മാത്രമായിരുന്നില്ല, കലയെ സ്നേഹിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. നാടൻ പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും മനോഹരമായി പാടുമായിരുന്നു, നാടകങ്ങളിൽ അഭിനയിക്കുമായിരുന്നു. സാധാരണക്കാരുമായി എളുപ്പത്തിൽ ഇടപഴകാനും അവരുടെ വിശ്വാസം നേടിയെടുക്കാനും അദ്ദേഹത്തിനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഈ കഴിവും ബ്രിട്ടീഷുകാരോടുള്ള അടങ്ങാത്ത ദേഷ്യവും അദ്ദേഹത്തെ വളരെ വേഗം ഖിലാഫത്ത് നേതാക്കളുടെ മുൻനിരയിൽ എത്തിച്ചു. മലബാറിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെന്ന് ബ്രിട്ടീഷ് അധികാരികൾക്ക് മനസ്സിലായി. അന്ന് മലബാറിലെ ജില്ലാ മജിസ്ട്രേറ്റ് EF തോമസ്, പോലീസ് സൂപ്രണ്ട് RH ഹിച്ച്കോക്ക് എന്നിവരായിരുന്നു പ്രധാനികൾ. ഇവർക്ക് ഈ ഹിന്ദു മുസ്ലിം ഐക്യമൊന്നും ദഹിച്ചിരുന്നില്ല. അവരുടെ കണ്ണിൽ ഇത് വെറും മാപ്പിളമാരുടെ മതഭ്രാന്തായിരുന്നു. ഈ ഭ്രാന്ത് ഇല്ലാതാക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് അവർ തീരുമാനിച്ചു: പ്രമുഖ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക. അങ്ങനെ അവർ മലബാറിലെ ഖിലാഫത്ത് നേതാക്കളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി. ആ ലിസ്റ്റിൽ കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരും ഉണ്ടായിരുന്നു. 1921 ഓഗസ്റ്റ് മാസം, മാനം കറുത്ത് എപ്പോൾ വേണമെങ്കിലും പെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മൺസൂൺ കാലം. ബ്രിട്ടീഷ് അധികാരികൾ അവരുടെ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അവരുടെ പ്രധാന ലക്ഷ്യം തിരൂരങ്ങാടിയായിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു അവിടം. തിരൂരങ്ങാടിയിലെ പ്രധാന ഖിലാഫത്ത് നേതാവും പണ്ഡിതനുമായ ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്താൽ എല്ലാവരും പേടിച്ചു ഒതുങ്ങിക്കോളും എന്ന് അവർ കണക്ക് കൂട്ടി. ഓഗസ്റ്റ് 20 രാത്രി ആരുമറിയാതെ കോഴിക്കോട് നിന്നും മലപ്പുറം പട്ടാള ക്യാമ്പിൽ നിന്നും വലിയൊരു പോലീസ് പട്ടാള സംഘം തിരൂരങ്ങാടിയിലേക്ക് നീങ്ങി. അവരുടെ ലക്ഷ്യം പുലർച്ചെയോടെ തിരൂരങ്ങാടി പള്ളി വളയുകയും ആലി മുസ്ലിയാരെയും മറ്റു നേതാക്കളെയും പിടികൂടുക എന്നതായിരുന്നു. ആ നീക്കമാണ് ചരിത്രത്തിൻ്റെ ഗതി മാറ്റാൻ പോകുന്നതെന്ന് ആ പട്ടാളക്കാരോ തോമസോ ഹിച്ച്കോക്കോ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. മലബാറിൻ്റെ മണ്ണിൽ അതുവരെ പുകഞ്ഞുകൊണ്ടിരുന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ ഒരൊറ്റ രാത്രിയുടെ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ രാത്രിയുടെ നിശബ്ദതയിൽ ചരിത്രം ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്നു. ഓഗസ്റ്റ് 20 ആ കറുത്ത രാത്രിയിൽ ബ്രിട്ടീഷ് പട്ടാളം തിരൂരങ്ങാടിയിലേക്ക് പതുക്കെ നീങ്ങുമ്പോൾ അതേസമയം മറ്റൊരിടത്ത് കാര്യങ്ങൾ അതിലും വേഗത്തിൽ കൈവിട്ടു പോകുന്നുണ്ടായിരുന്നു. തിരൂരങ്ങാടിയിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത പൂക്കോട്ടൂർ എന്ന ഗ്രാമത്തിൽ. യഥാർത്ഥത്തിൽ മലബാർ ലഹളയുടെ വെടിമരുന്നു പെട്ടിക്ക് ആദ്യത്തെ തീപ്പൊരി വീഴുന്നത് അവിടെയാണ്. തിരൂരങ്ങാടിയിലെ സംഭവം ഒരു ഔദ്യോഗിക തുടക്കം മാത്രമായിരുന്നു. എന്നാൽ പൂക്കോട്ടൂരിലെ പ്രശ്നം ഒരു വ്യക്തിപരമായ അപമാനത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായിരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദ്. നാട്ടുകാർക്ക് പ്രിയങ്കരനായ ധൈര്യശാലിയായ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ജോലി ചെയ്തിരുന്നത് നിലമ്പൂർ കോവിലകത്തിന് കീഴിലായിരുന്നു. ഈ കോവിലകമായിരുന്നു ആ പ്രദേശത്തെ ജന്മിമാർ.
അവിടുത്തെ കാര്യസ്ഥന് അല്ലെങ്കിൽ മാനേജർക്ക് മുഹമ്മദിനെ പണ്ടേ കണ്ണെടുത്താൽ കണ്ടുകൂടാ. മുഹമ്മദ് ഖിലാഫത്ത് പ്രവർത്തനങ്ങളിൽ സജീവമായതോടെ ഈ ദേഷ്യം കൂടി. ബ്രിട്ടീഷുകാരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന കോവിലകത്തിലെ മാനേജർക്ക് ഇത് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അയാൾ മുഹമ്മദിനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കോവിലകത്ത് നിന്ന് ഒരു പഴയ തോക്ക് കാണാതാകുന്നു. ഇത് സത്യത്തിൽ കാണാതായതാണോ അതോ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചതാണോ എന്ന് ഇന്നും പലർക്കും സംശയമുണ്ട്. എന്തായാലും മാനേജർ നേരെ പോലീസിലൊരു പരാതി കൊടുത്തു. തോക്ക് മോഷ്ടിച്ചത് വടക്കേ വീട്ടിൽ മുഹമ്മദാണെന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. പരാതി കിട്ടേണ്ട താമസം ഒരു വലിയ പോലീസ് സംഘം പൂക്കോട്ടൂരിലെത്തി. അവർ നേരെ മുഹമ്മദിന്റെ വീട് വളഞ്ഞു. ഒന്നോർത്തു നോക്കൂ, ആ ഗ്രാമത്തിലെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ പോലീസ് ഇരച്ചു കയറി വരികയാണ്. അവർ വീടിന്റെ മുക്കം മൂലയും അരിച്ചു പെറുക്കി. അടുക്കളയിലെ പാത്രങ്ങൾ വരെ തട്ടിമറിച്ചിട്ടു. മുഹമ്മദിന്റെ പ്രായമായ ഉമ്മയെയും വീട്ടിലെ സ്ത്രീകളെയുമെല്ലാം ഭീഷണിപ്പെടുത്തി. ഈ സംഭവം കാട്ടുതീ പോലെ നാട്ടിൽ പടർന്നു. തങ്ങളുടെ നേതാവിനെ കള്ളക്കേസിൽ കുടുക്കി അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർക്ക് അടങ്ങിയിരിക്കാനായില്ല. നിമിഷ നേരം കൊണ്ട് നൂറുകണക്കിന് ആളുകൾ മുഹമ്മദിന്റെ വീടിനു മുന്നിൽ തടിച്ചുകൂടി. അവരുടെ കയ്യിൽ കിട്ടിയതെല്ലാം ഉണ്ടായിരുന്നു: വടികളും വാക്കത്തികളും കൃഷിക്കുപയോഗിക്കുന്ന ആയുധങ്ങളും. ആൾക്കൂട്ടത്തിന്റെ രോഷം കണ്ടപ്പോൾ പോലീസുകാർ ചെറുതായിട്ടൊന്ന് പതറി. മണിക്കൂറുകളോളം പരിശോധിച്ചിട്ടും അവർക്ക് ആ തോക്ക് കണ്ടെത്താനായില്ല. അവസാനം വെറും കൈയോടെ അവർക്കവിടെ നിന്ന് മടങ്ങേണ്ടി വന്നു. പോലീസ് പോയെങ്കിലും ജനങ്ങളുടെ ദേഷ്യം അടങ്ങിയില്ല. ഇത് വെറുമൊരു തൂക്കിന്റെ പ്രശ്നമല്ലെന്നവർക്കുറപ്പായിരുന്നു. ഇത് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ബ്രിട്ടീഷുകാരുടെയും ജന്മിമാരുടെയും കൂട്ടായ നീക്കമാണ്. നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ പൂക്കൂട്ടൂരിലും അടുത്തുള്ള ഗ്രാമങ്ങളിലും പെരുമ്പറ മുഴങ്ങി. അതൊരു സൂചനയായിരുന്നു, ഒരുമിച്ചുകൂടാനുള്ള ആഹ്വാനം. പിറ്റേന്ന് നേരം പുലർന്നപ്പോഴേക്കും ആയിരക്കണക്കിന് മാപ്പിളമാർ പൂക്കൂട്ടൂരങ്ങാടിയിൽ ഒരുമിച്ചുകൂടി. അവരുടെ മുഖത്ത് ഭയമായിരുന്നില്ല, മറിച്ച് എന്തിനും തയ്യാറായ ഒരു തരം നിശ്ചയദാർഢ്യമായിരുന്നു. ഈ വലിയ ജനക്കൂട്ടത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ മലപ്പുറത്തുണ്ടായിരുന്ന ബ്രിട്ടീഷ് അധികാരികൾ ഞെട്ടി. ഒരു ചെറിയ മോഷണ കേസ് ഇത്രയും വലിയൊരു സംഭവമായി മാറുമെന്നവർ കരുതിയിരുന്നില്ല. അവർ ഉടൻ തന്നെ ഖിലാഫത്ത് നേതാക്കളുമായി ചർച്ചയ്ക്ക് തയ്യാറായി. ആലി മുസ്ലിയാരെയും മറ്റു നേതാക്കളെയും വിവരമറിയിച്ചു. അവർ പൂക്കൂട്ടൂരിലെത്തി ജനങ്ങളോട് ശാന്തരാകാൻ ആവശ്യപ്പെട്ടു. കോളിലകത്തെ മാനേജർ മാപ്പു പറയാമെന്നും കേസ് പിൻവലിക്കാമെന്നും നേതാക്കൾ ഉറപ്പു നൽകി. ആ ഉറപ്പിൽ തൽക്കാലത്തേക്ക് പിരിഞ്ഞു പോകാമെന്ന് ജനങ്ങൾ സമ്മതിച്ചു. പക്ഷേ ആ മനസ്സുകളിൽ എരിഞ്ഞ കനൽ കെട്ടുപോയിരുന്നില്ല. ഒരു ചതി പറ്റിയാൽ അടുത്ത തവണ ആരുടെയും വാക്കു കേൾക്കാൻ അവർ തയ്യാറാവില്ലായിരുന്നു. ഈ സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിലാണ് ഓഗസ്റ്റ് 20-ന് തിരൂരങ്ങാടിയിൽ അതിലും വലിയൊരു പോലീസ് പട്ടാള നടപടിക്ക് ബ്രിട്ടീഷുകാർ പദ്ധതിയിടുന്നത്. പൂക്കൂട്ടൂരിലെ ജനകീയ മുന്നേറ്റം അവരെ കൂടുതൽ ഭയപ്പെടുത്തിയിരുന്നു. ഈ പാമ്പുകളെ തലപൊക്കാൻ അനുവദിച്ചുകൂടാ എന്ന് ഹിച്ച്കോക്കിനെ പോലുള്ള ഉദ്യോഗസ്ഥർ തീരുമാനിച്ചുറക്കിച്ചു. തിരൂരങ്ങാടിയിൽ നേരം പുലർന്നു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പട്ടാളക്കാർ നിശബ്ദമായി കിഴക്കേപ്പള്ളി വളഞ്ഞു. അവർ കരുതിയത് ആലി മുസ്ലിയാരെയും കൂട്ടരെയും എളുപ്പത്തിൽ പിടികൂടി നേരം വെളുക്കുമ്പോഴേക്കും മലപ്പുറത്തേക്ക് മടങ്ങാമെന്നാണ്. പക്ഷേ അവർക്ക് തെറ്റി. പള്ളിക്കകത്ത് കയറി അവർ പരിശോധന തുടങ്ങി. വിലപിടിപ്പുള്ളതെന്ന് അവർക്ക് തോന്നിയ ചില പുരാതന രേഖകളും വാളുകളും അവർ പിടിച്ചെടുത്തു. കുറച്ചുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അവർ അന്വേഷിച്ച പ്രധാനികളാരും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ആ വാർത്ത കാട്ടുതീ പോലെ പടരുന്നത്. ബ്രിട്ടീഷുകാർ തിരൂരങ്ങാടി പള്ളി തകർത്തു. ഖുറാൻ പോലുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളെ അപമാനിച്ചു. ആരി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു. ഈ വാർത്തയിൽ എത്രത്തോളം സത്യമുണ്ടായിരുന്നു എന്നത് ഇപ്പോഴും തർക്കവിഷയമാണ്. ചിലപ്പോൾ ചെറിയ സംഭവങ്ങളെ ആളുകൾ പെരുപ്പിച്ചു പറഞ്ഞതായിരിക്കാം. കാരണം എന്തുതന്നെയായാലും ഫലമൊന്നായിരുന്നു. ജനങ്ങൾ ഇളകി. താനൂർ, പരപ്പനങ്ങാടി, കോട്ടക്കൽ, കൊണ്ടോട്ടി, എന്തിന് ദിവസങ്ങൾക്ക് മുൻപ് മാത്രം ശാന്തരായ പൂക്കോട്ടൂരിലെ ജനങ്ങൾ വരെ ഈ വാർത്ത കേട്ടതും ഇളകി. കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി അവർ തിരൂരങ്ങാടിയിലേക്ക് ഒഴുകാൻ തുടങ്ങി. അതൊരു ജനപ്രളയമായിരുന്നു. തങ്ങളുടെ വിശ്വാസത്തെയും നേതാക്കളെയും സംരക്ഷിക്കാൻ എന്തും ചെയ്യാൻ തയ്യാറായ ഒരു വലിയ ജനക്കൂട്ടം. ഉച്ചയോടടുത്തപ്പോഴേക്കും തിരൂരങ്ങാടി കച്ചേരിക്ക്
അഥവാ സർക്കാർ ഓഫീസിനു മുന്നിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. അവരുടെ മുദ്രാവാക്യം വിളികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി. അറസ്റ്റ് ചെയ്തവരെ വിട്ടുതരിക, ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പുറത്തു പോകുക. അവിടെയുണ്ടായിരുന്ന മജിസ്ട്രേറ്റ് തോമസും സൂപ്രണ്ട് ഹിച്ച്കോക്കും ഈ ജനക്കൂട്ടത്തെ കണ്ടു ഭയന്നു. ഇത്രയും വലിയൊരു പ്രതികരണം അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അവർ ജനക്കൂട്ടത്തോട് പിരിഞ്ഞുപോകാൻ പലതവണ ആവശ്യപ്പെട്ടു. പക്ഷേ ആര് കേൾക്കാൻ? ഓരോ നിമിഷം കഴിയുന്തോറും ആൾക്കൂട്ടം വലുതായി വരികയും അവരുടെ രോഷം കൂടുകയും ചെയ്തു. അപ്പോഴാണ് ആ ശബ്ദം മുഴങ്ങിയത്, ഒരു വെടിയൊച്ച. ആരാണ് ആദ്യം വെടിവെച്ചതെന്ന് ഇന്നും ചരിത്രകാരന്മാർക്കിടയിൽ കൃത്യമായ ഒരു ഉത്തരമില്ല. ജനക്കൂട്ടം തങ്ങളെ ആക്രമിച്ചപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി വെടിവെച്ചതാണെന്ന് ബ്രിട്ടീഷുകാർ പറയുന്നു. എന്നാൽ സമാധാനപരമായി പ്രതിഷേധിക്കുകയായിരുന്ന തങ്ങളുടെ നേർക്ക് ബ്രിട്ടീഷ് പട്ടാളം യാതൊരു പ്രകോപനവുമില്ലാതെ വെടിയുതിർക്കുകയായിരുന്നു എന്ന് മറുവിഭാഗവും പറയുന്നു. കാരണം എന്തുമാകട്ടെ, ആദ്യത്തെ വെടിയൊച്ചയ്ക്ക് ശേഷം അവിടെ നടന്നത് ഒരു കൂട്ടക്കൊലയായിരുന്നു. യന്ത്രത്തോക്കുകൾ നിർത്താതെ ശബ്ദിച്ചു. നിരായുധരായ ജനങ്ങൾ ചിതറിയോടി. പലരും വെടിയേറ്റ് നിലത്തു വീണു. ആ മണ്ണിൽ ചോലപ്പുഴയൊഴുകി. ഈ വാർത്ത മലബാറിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിയതോടെ അതുവരെ അടക്കിപ്പിടിച്ചിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും പൊട്ടിപ്പോയി. സമാധാനപരമായ നിസ്സഹകരണവും ഖിലാഫത്ത് യോഗങ്ങളും അതോടെ അവസാനിച്ചു. ഇനി സംസാരം തോക്കുകൾ കൊണ്ടാണെന്ന് മാപ്പിളമാർ തീരുമാനിച്ചു. പൂക്കോട്ടൂരിൽ തുടങ്ങിയ ചെറിയൊരു തർക്കം തിരൂരങ്ങാടിയിലെ വെടിവെപ്പിലെത്തിയപ്പോൾ ഒരു തുറന്ന യുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടു. മലബാർ കലാപമെന്നറിയപ്പെടുന്ന ആ രക്തരൂഷിതമായ ചരിത്രത്തിന് അവിടെ തിരിതെളിയുകയായിരുന്നു. ബ്രിട്ടീഷ് രാജിൻ്റെ ഉറക്കം കെടുത്തിയ ആ പോരാട്ടത്തിൻ്റെ ഇടിമുഴക്കം മലബാറിൽ എങ്ങും പ്രതിധ്വനിച്ചു. ഫ്രീഡം ഫൈറ്റ് ഹൈ എന്ന വഴിയിലെ ആ വലിയ ഗോപുരത്തിൻ്റെ അടുത്ത് ഒരു പുൽമേടുണ്ട്. അവിടെയാണ് ഈ സംഭവം നടന്നത്. തിരൂരങ്ങാടിയിൽ നിന്ന് ആ വെടിയൊച്ചകൾ മലബാറിലെ കുന്നുകളിലും താഴ്വരകളിലും പ്രതിധ്വനിച്ചപ്പോൾ അത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ മരണമണിയായിരുന്നു. അതുവരെ പേരിനെങ്കിലും നിലനിന്നിരുന്ന ഭരണ സംവിധാനം ഒറ്റ രാത്രി കൊണ്ട് തകർന്നു വീണു. ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും ഗ്രാമങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജീവനും കൊണ്ടോടി. പോലീസ് സ്റ്റേഷനുകൾക്ക് തീയിട്ടു. സർക്കാർ ഓഫീസുകളായ അംശം കച്ചേരികൾ ഒന്നൊന്നായി ആക്രമിക്കപ്പെട്ടു. അവിടെയുണ്ടായിരുന്ന ഭൂമിയുടെ ആധാരങ്ങളും നികുതി രേഖകളും വാരിയെടുത്ത് നടുറോഡിലിട്ട് കത്തിച്ചു. നൂറ്റാണ്ടുകളായി തങ്ങളെ അടിമകളാക്കിയിരുന്ന ആ കടലാസു തുണ്ടുകൾ തീയിൽ വെന്തുരുകുന്നത് കണ്ടപ്പോൾ സാധാരണക്കാരായ കർഷകർ ആർത്തുവിളിച്ചു. അതവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു. ട്രഷറികൾ കൊള്ളയടിക്കപ്പെട്ടു. പാലങ്ങളും ടെലിഗ്രാഫ് ലൈനുകളും നശിപ്പിക്കപ്പെട്ടു. പുറം ലോകവുമായി മലബാറിൻ്റെ ഹൃദയഭാഗത്തോടുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. മലപ്പുറത്തും കോഴിക്കോട്ടുമുള്ള ബ്രിട്ടീഷ് പട്ടാള ക്യാമ്പുകളിൽ അഭയം തേടിയ ഉദ്യോഗസ്ഥർക്ക് പുറത്ത് എന്തു നടക്കുന്നു എന്ന് ഒരെത്തും പിടിയുമില്ലായിരുന്നു. ഭരണമെന്നൊന്ന് ഇല്ലാതായി. എല്ലായിടത്തും അരാജകത്വം. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന നായകൻ കടന്നുവരുന്നത്. തിരൂരങ്ങാടിയിൽ വെടിവെപ്പ് നടക്കുമ്പോൾ ഹാജി അവിടെ ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെയും നോട്ടമിട്ടിട്ടുണ്ടെന്നറിയാമായിരുന്നതുകൊണ്ട് അദ്ദേഹം ഒളിവിൽ കഴിയുകയായിരുന്നു. എന്നാൽ ലഹള തുടങ്ങിയെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നപ്പോൾ അദ്ദേഹത്തിന് മാറി നിൽക്കാനായില്ല. ഒരു ലക്ഷ്യമില്ലാതെ, ഒരു നായകനില്ലാതെ ചിതറിയോടുന്ന ഈ ജനക്കൂട്ടത്തെ ഒരുമിപ്പിച്ചു നിർത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. ഈ പോരാട്ടം വെറുമൊരു കലാപമായി അവസാനിക്കരുത്, അതൊരു യഥാർത്ഥ വിപ്ലവമാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ തൻ്റെ വിശ്വസ്തരായ കൂട്ടാളികളോടൊപ്പം ഹാജി മഞ്ചേരിയിലെത്തി. അപ്പോഴേക്കും മഞ്ചേരിയിലെ ട്രഷറിയും കോടതിയും ലഹളക്കാർ പിടിച്ചെടുത്തിരുന്നു. അവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് പോരാളികളുടെ മുന്നിൽ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനമാണ് മലബാർ വിപ്ലവത്തിൻ്റെ ഗതി മാറ്റിയത്. അദ്ദേഹം പറഞ്ഞു, ഇനി മുതൽ ഈ നാട് നമ്മുടേതാണ്. ഇവിടെ ബ്രിട്ടീഷ് ഭരണമില്ല. ഇത് മലയാള രാജ്യമാണ്. അതൊരു വെറും വാക്കല്ലായിരുന്നു. ഒരു പുതിയ രാഷ്ട്രത്തിൻ്റെ പിറവിയായിരുന്നു അത്. ബ്രിട്ടീഷുകാർ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ട ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളിലെ ഏകദേശം 200 ഗ്രാമങ്ങൾ ചേർന്ന ഒരു സ്വതന്ത്ര പ്രദേശം. ഈ രാഷ്ട്രത്തിന് അതിൻ്റേതായ നിയമങ്ങളും ചിട്ടകളും വേണമെന്ന് ഹാജിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതൊരു കൊള്ളക്കാരുടെ കൂട്ടമായി മാറും. അദ്ദേഹം ആദ്യം ചെയ്തത് നിയമവാഴ്ച ഉറപ്പാക്കുക എന്നതായിരുന്നു.
ലഹളയുടെ മറവിൽ കൊള്ളയും പിടിച്ചുപറിയും നടത്തിയ പലരെയും അദ്ദേഹം ജനമധ്യത്തിൽ വെച്ച് വിചാരണ ചെയ്തു കഠിനമായി ശിക്ഷിച്ചു. ചിലരുടെ കൈകൾ വെട്ടിമാറ്റി, മറ്റു ചിലർക്ക് ചാട്ടവാറടി നൽകി. ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെയായിരുന്നു ശിക്ഷ. ചില മുസ്ലിം പോരാളികൾ ഹിന്ദുജന്മിമാരുടെ വീടുകൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഹാജി അവരെ തടഞ്ഞു. നമ്മുടെ യുദ്ധം ബ്രിട്ടീഷുകാരോടും അവരെ സഹായിക്കുന്നവരോടും മാത്രമാണ്, അല്ലാതെ നമ്മുടെ അയൽക്കാരായ ഹിന്ദുക്കളോടല്ല. അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്, അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. കൊള്ളയടിക്കപ്പെട്ട സാധനങ്ങൾ തിരികെ വാങ്ങി ഉടമസ്ഥർക്ക് നൽകാൻ അദ്ദേഹം ഉത്തരവിട്ടു. ഈ പ്രവൃത്തികളിലൂടെ അദ്ദേഹം സ്ഥാപിക്കാൻ പോകുന്നത് നീതിയിലധിഷ്ഠിതമായ ഒരു ഭരണകൂടമാണെന്ന സന്ദേശം എല്ലാവർക്കും വ്യക്തമായി. നിമിഷനേരം കൊണ്ട് ചിതറിക്കിടന്ന ലഹളക്കാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് കീഴിൽ അണിനിരന്നു. ഹാജിയുടെ ഭരണം വെറും പ്രഖ്യാപനങ്ങളിലും ശിക്ഷകളിലും ഒതുങ്ങിയില്ല. ഒരു യഥാർത്ഥ ഗവൺമെൻറ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ അദ്ദേഹം കാര്യങ്ങൾ കൊണ്ടുപോയത്. സ്വന്തമായി ഒരു സൈന്യം, നികുതി പിരിവ്, നീതിന്യായ വ്യവസ്ഥ, എന്തിനേറെ സ്വന്തമായി പാസ്പോർട്ട് വരെ അദ്ദേഹം നടപ്പിലാക്കി. അദ്ദേഹത്തിൻ്റെ ഭരണശിരാകേന്ദ്രം മഞ്ചേരിക്കും അരിക്കോടിനും ഇടയിലുള്ള കരുവാരക്കുണ്ട് എന്ന സ്ഥലത്തായിരുന്നു. അവിടെ ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോയ ഒരു പഴയ ബംഗ്ലാവിലാണ് അദ്ദേഹം തൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിച്ചത്. ഭരണസൗകര്യത്തിനായി അദ്ദേഹം തൻ്റെ മലയാള രാജ്യം പല സോണുകളായി തിരിച്ചു. ഓരോ സോണിൻ്റെയും ചുമതല വിശ്വസ്തരായ സൈന്യാധിപന്മാർക്ക് നൽകി. ആലി മുസ്ലിയാരെ പോലുള്ള നേതാക്കൾക്ക് ആത്മീയ നേതൃത്വത്തിൻ്റെ ചുമതല നൽകി. ചെമ്പ്രശ്ശേരി തങ്ങളെപ്പോലുള്ളവർ സൈനിക നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഹാജി സ്വയം രാഷ്ട്രത്തിൻ്റെ തലവനായി അമീറുൽ മുഅ്മിനീൻ, അതായത് വിശ്വാസികളുടെ നേതാവ് എന്നും മലയാള രാജാവ് എന്നും സ്വയം വിശേഷിപ്പിച്ചു. അദ്ദേഹം ഒരു പ്രത്യേക നികുതി സമ്പ്രദായം കൊണ്ടുവന്നു. ബ്രിട്ടീഷുകാർക്കും ജന്മിമാർക്കും കൊടുക്കുന്ന ഭീമമായ നികുതികൾ നിർത്തലാക്കി. പകരം ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ഒരു ചെറിയ തുക രാഷ്ട്രത്തിൻ്റെ ആവശ്യങ്ങൾക്കായി നൽകാൻ ആവശ്യപ്പെട്ടു. ഈ പണം ഉപയോഗിച്ചാണ് അദ്ദേഹം തൻ്റെ സൈനികർക്ക് ശമ്പളം കൊടുത്തതും സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയതും. കച്ചവടക്കാർക്ക് സുഗമമായി കച്ചവടം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഭരണപ്രദേശത്ത് ഒരു തരത്തിലുള്ള മോഷണമോ പിടിച്ചുപറിയോ ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രകാരന്മാർ പോലും സമ്മതിക്കുന്നുണ്ട്. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അദ്ദേഹം നടപ്പിലാക്കിയ പാസ്പോർട്ട് സിസ്റ്റമാണ്. മലയാള രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് പുറത്തു പോകാനും അകത്തേക്ക് വരാനും ഈ പാസ്പോർട്ട് നിർബന്ധമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ചാരന്മാർ നുഴഞ്ഞുകയറുന്നത് തടയാനും ആളുകളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും ഇത് സഹായിച്ചു. സ്വന്തമായി കറൻസി നോട്ടുകൾ അച്ചടിക്കാൻ വരെ അദ്ദേഹത്തിന് പദ്ധതിയുണ്ടായിരുന്നു. അതിനായി നോട്ടുകൾ ഡിസൈൻ ചെയ്യുകയും അച്ചടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തിരുന്നു. ബ്രിട്ടീഷ് ഭരണം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കുമെന്നല്ല, മറിച്ച് അതൊരു ശാശ്വതമായ മാറ്റമാണെന്ന് അദ്ദേഹം ഉറച്ചും വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സൈന്യം ഒരു സാധാരണ ഒളിപ്പോരു സംഘമായിരുന്നില്ല. ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ മാതൃകയിൽ അതിനെ പുനഃസംഘടിപ്പിച്ചു. യൂണിഫോം, കൃത്യമായ പരിശീലനം, റാങ്കുകൾ എന്നിവയെല്ലാം ഏർപ്പെടുത്തി. പോലീസിൽ നിന്നും പട്ടാളത്തിൽ നിന്നും കൂറുമാറി വന്ന പലരും അദ്ദേഹത്തിൻ്റെ സൈനികരെ പരിശീലിപ്പിച്ചു. പിടിച്ചെടുത്ത പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് കിട്ടിയ തോക്കുകളും നാട്ടിൽ നിർമ്മിച്ച നാടൻ തോക്കുകളുമായിരുന്നു പ്രധാന ആയുധങ്ങൾ. കോഴിക്കോട്ടെ പട്ടാള ക്യാമ്പിലിരുന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഈ വാർത്തകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ കരുതിയത് കുറച്ച് മതഭ്രാന്തന്മാർ നടത്തുന്ന ഒരു ലഹള മാത്രമാണെന്നാണ്. എന്നാൽ തങ്ങളുടെ കൺമുന്നിൽ തങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് ഒരു മലയാളി ഒരു പുതിയ രാജ്യം സ്ഥാപിച്ചിരിക്കുന്നുവെന്ന സത്യം അവർക്ക് ഉൾക്കൊള്ളാനായില്ല. പുറം ലോകവുമായി ബന്ധമില്ലാതെ, എന്തു ചെയ്യണമെന്നറിയാതെ അവർ നിസ്സഹായരായിരുന്നു. വെറും 6 മാസക്കാലം മാത്രമാണ് ആ ഭരണകൂടം നിലനിന്നതെങ്കിലും മലബാറിൻ്റെ ചരിത്രത്തിലെ സുവർണമായ ഒരു അധ്യായമായിരുന്നു അത്. ഒരു സാധാരണക്കാരൻ ഒരു വലിയ സാമ്രാജ്യത്തെ വെല്ലുവിളിച്ച് സ്വന്തമായൊരു രാഷ്ട്രം കെട്ടിപ്പടുത്ത കഥ. ആ മലയാള രാജ്യത്തിൻ്റെ ഓരോ നിയമങ്ങളിലും വാരിയംകുന്നൻ എന്ന ഭരണാധികാരിയുടെ കയ്യൊപ്പ് വ്യക്തമായിരുന്നു. കോഴിക്കോട്ടെയും മലപ്പുറത്തെയും പട്ടാള ബാരക്കുകളിൽ ബ്രിട്ടീഷ് സൈനികർക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. സ്വന്തം രാജ്യത്തിൻ്റെ സുഖസൗകര്യങ്ങൾ വിട്ട് ഈ ഉഷ്ണവും ഈർപ്പവുമുള്ള നാട്ടിൽ വന്നിട്ട് വർഷങ്ങളായി. ഇതുവരെ തങ്ങളാണ് ഇവിടുത്തെ യജമാനന്മാരെന്നൊരു അഹങ്കാരം അവർക്കുണ്ടായിരുന്നു. വെളുത്ത തൊലിയും കയ്യിലൊരു തോക്കും കണ്ടാൽ പീഡിച്ചൊതുങ്ങുന്നവരാണ് ഇന്നാട്ടുകാരെന്നായിരുന്നു അവരുടെ ധാരണ. എന്നാൽ ഇപ്പോൾ സ്വന്തം ക്യാമ്പിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങാൻ പോലും അവർക്ക് ഭയമാണ്. പുറത്തുള്ള ലോകം അവരുടേതല്ലാതായിരിക്കുന്നു.
അവിടെ വാരിയം കുന്നൻ്റെ മലയാള രാജ്യമാണ്. ദിവസങ്ങൾ ആഴ്ചകളായി. ക്യാമ്പിനകത്ത് റേഷനും മരുന്നും തീർന്നു തുടങ്ങി. പുറത്തുനിന്ന് ഒരു സാധനവും വരുന്നില്ല. ടെലിഗ്രാഫ് ലൈനുകൾ മുറിച്ചതുകൊണ്ട് മദ്രാസിലെ ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെടാനും കഴിയുന്നില്ല. ഈ അപമാനം സഹിച്ച് എത്ര നാൾ ഇങ്ങനെ ഒളിച്ചിരിക്കും? ഒടുവിൽ ലഫ്റ്റനന്റ് കേണൽ ഫെർബർട്ട് ഹംഫ്രി, മലപ്പുറം സ്പെഷ്യൽ ഫോഴ്സിൻ്റെ തലവൻ, ഒരു തീരുമാനമെടുത്തു. പുറത്തിറങ്ങി ഈ കലാപകാരികളെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ. നൂറ്റാണ്ടുകളായി ലോകം ഭരിക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശക്തി എന്തെന്ന് ഈ കാട്ടുവാസികളെ അറിയിക്കണം. അങ്ങനെയൊരു പ്രഭാതത്തിൽ വലിയൊരു സൈനിക സംഘം മലപ്പുറം ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടു. അത്യാധുനിക റൈഫിളുകൾ, മെഷീൻ ഗണ്ണുകൾ, ഭാരമേറിയ ബൂട്ടുകൾ, കട്ടിയുള്ള കാക്കി യൂണിഫോം. കാഴ്ചയിൽ അവർ അജേയരായിരുന്നു. അവരുടെ ലക്ഷ്യം പൂക്കോട്ടൂരായിരുന്നു. കാരണം അവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കമെന്ന് അവർ വിശ്വസിച്ചു. പൂക്കോട്ടൂരിലെത്തി അവിടുത്തെ പ്രധാനികളെ പിടിച്ചു പരസ്യമായി ശിക്ഷിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം പേടിച്ചു ഒതുങ്ങിക്കോളുമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ അവർക്ക് പരിചയമില്ലാത്ത ഒരു ശത്രു കൂടി അവർക്കെതിരെ പോരാടാനുണ്ടായിരുന്നു: മലബാറിലെ ഭൂപ്രകൃതി. നിരപ്പായ യുദ്ധക്കളങ്ങളിൽ മാത്രം പൊരുതി ശീലിച്ച ബ്രിട്ടീഷ് പട്ടാളത്തിന് മലബാറിലെ കുന്നുകളും ഇടുങ്ങിയ വഴികളും ചതുപ്പുനിലങ്ങളും ഒരു പേടി സ്വപ്നമായിരുന്നു. വഴിയരികിൽ പച്ചപ്പു നിറഞ്ഞു നിൽക്കുന്ന ഓരോ മരക്കൂട്ടവും അവർക്കൊരു അപകട കെണിയായി തോന്നി. എവിടെ നിന്നാണ് അടുത്ത വെടിയുണ്ട വന്ന ശരീരത്തിൽ തറയ്ക്കുക എന്ന് ഒരു നിശ്ചയവുമില്ല. അവർ അറിയാത്ത മറ്റൊരു കാര്യമുണ്ടായിരുന്നു. അവർ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങിയ നിമിഷം മുതൽ ഹാജിയുടെ ചാരന്മാർ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. സാധാരണക്കാരായ കർഷകരുടെ വേഷത്തിൽ, വഴിയോരത്ത് പുല്ലരിയുന്ന സ്ത്രീകളുടെ രൂപത്തിൽ, മരം വെട്ടുകാരായി, അങ്ങനെ പല വേഷങ്ങളിൽ ആ വാർത്ത കാടിനേക്കാൾ വേഗത്തിൽ പാഞ്ഞു. പട്ടാളം ഇപ്പോൾ എവിടെയെത്തി? അവരുടെ കയ്യിൽ എന്തായുധങ്ങളുണ്ട്? എത്ര പേരുണ്ട്? എങ്ങോട്ടാണ് പോകുന്നത്? എല്ലാ വിവരങ്ങളും മണിക്കൂറുകൾക്ക് മുൻപേ ഹാജിയുടെ കയ്യിലെത്തി. ഹാജിയും കൂട്ടരും പൂക്കോട്ടൂരിലെ ഒരു കുന്നിൻ ചെരുവിൽ അവർക്കായി ഒരു കെണിയൊരുക്കി കാത്തിരുന്നു. അതൊരു തുറന്ന യുദ്ധമായിരുന്നില്ല, ഒളിപ്പോരായിരുന്നു അവരുടെ ശൈലി. ബ്രിട്ടീഷ് സൈന്യം കുന്നുകൾക്കിടയിലുള്ള ഇടുങ്ങിയൊരു പാതയിലേക്ക് കടക്കുന്ന നിമിഷത്തിനായി അവർ ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്നു. ആ പാതയുടെ രണ്ടു വശത്തും നൂറുകണക്കിന് മാപ്പിള പോരാളികൾ മരങ്ങളുടെയും പാറകളുടെയും മറവിൽ ഒളിച്ചിരുന്നു. അവരുടെ കയ്യിൽ ബ്രിട്ടീഷുകാരുടേതുപോലുള്ള മികച്ച തോക്കുകളില്ല. പലരുടെയും കയ്യിൽ നാടൻ തോക്കുകളും വാളുകളും കുന്തങ്ങളും പിന്നെ ബ്രിട്ടീഷുകാരുടെ അടങ്ങാത്ത പകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ചരിത്രകാരന്മാർക്കിടയിൽ ഇന്നും ഒരു ചോദ്യമുണ്ട്: കൃത്യമായ പരിശീലനമോ ആയുധങ്ങളോ ഇല്ലാത്ത ഒരു സാധാരണ ജനക്കൂട്ടത്തിന് എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യത്തെ ഇങ്ങനെ നേരിടാനായതെന്ന്? ഉത്തരമൊരു പക്ഷേ അവരുടെ പോരാട്ട വീര്യത്തിലും അവർക്ക് ലഭിച്ച നാട്ടുകാരുടെ പിന്തുണയിലുമായിരിക്കാം. ബ്രിട്ടീഷ് സൈന്യം ആ ഇടുങ്ങിയ വഴിയിലേക്ക് പൂർണ്ണമായും പ്രവേശിച്ച നിമിഷം ആകാശത്തേക്കൊരു വെടിപൊട്ടി. അതൊരു സൂചനയായിരുന്നു. അടുത്ത നിമിഷം ആ താഴ്വരയുടെ ഇരുവശത്തുനിന്നും വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു. അതോടൊപ്പം അല്ലാഹു അക്ബർ എന്ന യുദ്ധകാഹളം ആകാശത്തും ഭൂമിയിലും മുഴങ്ങി. ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് മനസ്സിലാവും മുമ്പേ അവരിൽ പലരും നിലത്തു വീണു. അവർക്ക് ശത്രുവിനെ കാണാൻ പോലും കഴിഞ്ഞിരുന്നില്ല. മരങ്ങൾക്കിടയിൽ നിന്നും പാറകൾക്ക് പിന്നിൽ നിന്നും തീപ്പൊരികൾ മാത്രം കാണാം. അവർ തിരികെ വെടിവെക്കാൻ ശ്രമിച്ചു. പക്ഷെ എങ്ങോട്ട് വെടിവെക്കാനാണ്? അവർ വെടിവെക്കുമ്പോഴേക്കും പോരാളികൾ അടുത്ത മരത്തിന്റെ മറവിലേക്ക് മാറിയിരിക്കും. പട്ടാളക്കാർ പരിഭ്രാന്തരായി. അവരുടെ പരിശീലനമൊന്നും ഇവിടെ വിലപ്പോവില്ലായിരുന്നു. കുന്നിൻ മുകളിൽ നിന്ന് വലിയ പാറക്കല്ലുകൾ ഉരുട്ടിവിടാൻ തുടങ്ങി. പിന്നിൽ നിന്ന് വാളുകളും കുന്തങ്ങളുമായി മറ്റൊരു സംഘം പാഞ്ഞെടുത്തു. അതൊരു യുദ്ധമെന്നതിലുപരി ഒരു വേട്ടയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ആ പോരാട്ടത്തിനൊടുവിൽ ബ്രിട്ടീഷ് സൈന്യം പൂർണ്ണമായും പരാജയപ്പെട്ടു. കേണൽ ഹംഫ്രി അടക്കം നിരവധി ഉയർന്ന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ജീവൻ തിരികെ കിട്ടിയവർ ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് മലപ്പുറം ക്യാമ്പിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പൂക്കോട്ടൂർ യുദ്ധമെന്നറിയപ്പെടുന്ന ഈ സംഭവം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മലബാറിലേറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നായിരുന്നു. ഈ വിജയം ഹാജിയുടെയും കൂട്ടരുടെയും ആത്മവിശ്വാസം വാനോളം ഉയർത്തി. അതോടെ അവർ ബ്രിട്ടീഷ് സൈന്യത്തെ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു തന്ത്രം മെനഞ്ഞു. അവർ ചെറിയ സംഘങ്ങളായി തിരിഞ്ഞ് പട്ടാള ക്യാമ്പുകൾക്കടുത്തുള്ള പാലങ്ങൾ തകർക്കുക, ടെലിഗ്രാഫ് ലൈനുകൾ മുറിക്കുക, റോഡുകളിൽ വലിയ മരങ്ങൾ വെട്ടിയിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തുക തുടങ്ങിയ ജോലികളിൽ ഏർപ്പെട്ടു. ഓരോ തവണയും ഈ വികൃതികൾ ഒപ്പിക്കുമ്പോൾ ദേഷ്യം വരുന്ന ബ്രിട്ടീഷ് പട്ടാളം ചെറിയൊരു സംഘത്തെ അങ്ങോട്ടയക്കും. ആ സംഘം
ക്യാമ്പിൽ നിന്ന് കുറച്ചു ദൂരം എത്തുമ്പോൾ കാത്തിരിക്കുന്ന മാപ്പിള പോരാളികൾ അവരെ ആക്രമിച്ചു തുരത്തും. ഈ ഒളിപ്പോരിൻ്റെ സൗന്ദര്യം അതിൻ്റെ ലാളിത്യത്തിലായിരുന്നു. മലബാറിലെ ഓരോ കുന്നും, ഓരോ പുഴയും, ഓരോ നെൽപ്പാടവും പോരാളികൾക്ക് സ്വന്തം കൈരേഖ പോലെ വ്യക്തമായിരുന്നു. രാത്രിയുടെ മറവിൽ അവർ മൈലുകളോളം സഞ്ചരിച്ച് ബ്രിട്ടീഷ് കേന്ദ്രങ്ങൾ ആക്രമിച്ചു. നേരം വെളുക്കുമ്പോഴേക്കും ഒരു തുമ്പ് പോലും അവശേഷിപ്പിക്കാതെ അവർ തങ്ങളുടെ ഒളിത്താവളങ്ങളിലേക്ക് മടങ്ങും. അവർക്ക് ഭക്ഷണം നൽകാനും വിവരങ്ങൾ കൈമാറാനും ഒളിവിൽ കഴിയാൻ സൗകര്യം നൽകാനും ഓരോ ഗ്രാമത്തിലും ആളുകളുണ്ടായിരുന്നു. അതൊരു ജനകീയ യുദ്ധമായി മാറുകയായിരുന്നു. ഈ പോരാട്ടങ്ങൾക്കിടയിൽ രസകരമായ ചില കഥകളുമുണ്ട്. ബ്രിട്ടീഷ് പട്ടാളക്കാർ രാത്രിയിൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടി മാപ്പിളമാർ ചിലപ്പോൾ ഒത്തുചേർന്ന് ഉച്ചത്തിൽ പാട്ടുപാടുകയും ചെണ്ട കൊട്ടുകയും ചെയ്യുമായിരുന്നു. പട്ടാളക്കാർ വെടിവെച്ചാൽ അവർ ചിതറിയോടും. കുറച്ചു കഴിഞ്ഞ് വീണ്ടും വന്ന് ബഹളം തുടങ്ങും. ബ്രിട്ടീഷുകാർക്കിതൊരു വലിയ തലവേദനയായിരുന്നു. വിശ്രമമില്ലാതെ അവർ തളർന്നു. ഈ കൊച്ചു കൊച്ചു തമാശകൾ പോലും ഒരു വലിയ യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു. വാരിയംകുന്നൻ എന്ന സൈന്യാധിപന്റെ ബുദ്ധിയും സാധാരണക്കാരായ മാപ്പിള പോരാളികളുടെ ധൈര്യവും മലബാറിൻ്റെ ഭൂപ്രകൃതിയും ഒന്നിച്ചപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സൈനിക ശക്തിക്ക് മുന്നിൽ അതൊരു വലിയ ചോദ്യചിഹ്നമായി മാറി. ബ്രിട്ടീഷു പട്ടാളം ക്യാമ്പുകൾക്ക് പുറത്തിറങ്ങാൻ പേടിച്ച് അകത്തിരിക്കുമ്പോൾ മതിലുകൾക്ക് പുറത്തുള്ള മലയാള രാജ്യത്തിൽ ജീവിതം ഒരു പുതിയ താളം കണ്ടെത്തുകയായിരുന്നു. നൂറ്റാണ്ടുകളായി ശീലിച്ചുവന്ന ജീവിത രീതികളല്ല അവിടെ ഉണ്ടായിരുന്നത്. ഭയം അന്തരീക്ഷത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ മാറ്റം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, എല്ലാ ദിവസവും രാവിലെ ഉണരുന്നത് നിങ്ങളുടെ വാതിലിൽ ഏത് നിമിഷവും ഒരു പോലീസുകാരനോ ജന്മിയുടെ കാര്യസ്ഥനോ മുട്ടാം എന്ന പേടിയോടെയാണ്. പാട്ടം കൊടുക്കാൻ വൈകിയതിന്, നികുതി അടയ്ക്കാൻ പണമില്ലാത്തതിന്, അല്ലെങ്കിൽ വെറുതെ ഒരു കാരണവുമില്ലാതെ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ വീട്ടിൽ നിന്ന് കുടിയിറക്കാം. ആ ഭയമില്ലാതെ ഒരു പുലരിയിൽ കണ്ണു തുറക്കുന്നതിൻ്റെ സുഖമെന്തായിരിക്കും? അതായിരുന്നു ഹാജിയുടെ ഭരണകൂടം സാധാരണക്കാരനായ ഒരു കർഷകന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം. ഏറാനാട്ടിലെ ഒരു ഗ്രാമത്തിലെ ഒരു സാധാരണ ദിവസത്തിലേക്ക് നമുക്കൊന്നു പോകാം. നേരം വെളുക്കുമ്പോൾ തന്നെ പാടത്ത് പണിക്കിറങ്ങുന്ന കുഞ്ഞാപ്പുവിൻ്റെ ജീവിതം ഇപ്പോൾ പഴയ പോലെയല്ല. മുമ്പ് വിളവെടുക്കുന്ന നെല്ലിൻ്റെ സിംഹഭാഗവും ജന്മിക്ക് പാട്ടമായി കൊടുക്കണം. ബാക്കിയുള്ളതുകൊണ്ട് കഷ്ടിച്ചാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. എന്നാൽ ഇപ്പോൾ ജന്മിമാരില്ല. ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട ഭീമമായ നികുതിയുമില്ല. പകരം നമ്മുടെ രാജ്യത്തേക്ക് ചെറിയൊരു പങ്ക് നൽകണം. അത് പണമായി വേണമെന്നില്ല, വിളവിൻ്റെ ഒരു ഭാഗം കൊടുത്താൽ മതി. അത് ശേഖരിക്കാൻ വരുന്നത് തോക്കുമായി വന്ന് ഭീഷണിപ്പെടുത്തുന്ന പട്ടാളക്കാരല്ല, അയൽപക്കത്തെ ചേക്കുട്ടിയെപ്പോലെ തന്നെയുള്ള ഖിലാസത്ത് വളണ്ടിയർമാരാണ്. അവർ വീട്ടിൽ വന്ന് ഒരു ചായ കുടിച്ച് നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞാണ് പിരിഞ്ഞു പോകുന്നത്. ഈ മാറ്റം കുഞ്ഞാപ്പുവിൻ്റെ മനസ്സിലുണ്ടാക്കിയ ആശ്വാസം ചെറുതല്ല. ആദ്യമായി താൻ അധ്വാനിക്കുന്നതിനൊരു വിലയുണ്ടെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങി. ഉച്ചയ്ക്ക് മുൻപ് അടുത്തുള്ള അങ്ങാടിയിലേക്ക് അയാൾ നടന്നു. മുൻപൊക്കെ അങ്ങാടിയിൽ എപ്പോഴും ഒരുതരം പിരിമുറുക്കമുണ്ടാകും. എപ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് വന്ന് നിരപരാധികളെ പിടിച്ചുകൊണ്ടു പോകുന്നതെന്നോ ഏത് നിമിഷമാണ് ജന്മിയുടെ ഗുണ്ടകൾ വന്ന് ആരെങ്കിലും തല്ലിച്ചതയ്ക്കുന്നതെന്നോ പറയാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ അങ്ങാടിക്ക് ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്. ആളുകൾ ഉറക്കെ സംസാരിക്കുന്നു, ചിരിക്കുന്നു, രാഷ്ട്രീയ കാര്യങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യുന്നു. അങ്ങാടിയുടെ ഒരു മൂലയിൽ ഹാജിയുടെ യൂണിഫോം ധരിച്ച 2 സൈനികർ നിൽപ്പുണ്ട്. പക്ഷെ അവരുടെ കയ്യിലെ തോക്ക് ആളുകളെ ഭയപ്പെടുത്താനല്ല. കച്ചവടക്കാർ തമ്മിലുള്ള ചെറിയ തർക്കങ്ങൾ അവർ പരിഹരിക്കുന്നു. സാധനങ്ങൾക്ക് അമിത വിലയിടാക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നു. വഴിയാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നു. അവരിപ്പോൾ ഒരു വിദേശ പട്ടാളമല്ല, സ്വന്തം നാട്ടിലെ പോലീസുകാരാണ്. അങ്ങാടിയിൽ വെച്ച് കുഞ്ഞാപ്പുവിൻ്റെ അയൽക്കാരൻ മൊയ്തീൻ അവനെ കണ്ടു. കുഞ്ഞാപ്പു, നമ്മുടെ പറമ്പിൻ്റെ അതിരിൻ്റെ തർക്കം നാളെ കോടതിയിൽ വെച്ച് തീർപ്പാക്കുന്നുണ്ട്, നീയും വരണം. മൊയ്തീൻ പറഞ്ഞ കോടതി മഞ്ചേരിയിലെ ബ്രിട്ടീഷ് കോടതിയായിരുന്നില്ല. അത് ഹാജി സ്ഥാപിച്ച പ്രാദേശിക കോടതിയായിരുന്നു. ഗ്രാമത്തിലെ പള്ളിയോടനുബന്ധിച്ചുള്ള ഒരു കെട്ടിടത്തിലാണ് അതിൻ്റെ പ്രവർത്തനം. വാദിയും പ്രതിയും മാത്രമല്ല, നാട്ടുകാരിൽ ചിലരും അവിടെ ഹാജരുണ്ടാകും. ബ്രിട്ടീഷ് കോടതിയിലെ പോലെ വർഷങ്ങളോളം നീണ്ടുപോകുന്ന വിചാരണയൊന്നുമില്ല. 2 ഭാഗവും കേട്ട് സാക്ഷികളെ വിസ്തരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വിധി പറയും. ആ വിധി എല്ലാവരും അംഗീകരിക്കുകയും വേണം. നിയമപുസ്തകങ്ങളെക്കാൾ നീതിക്കും ന്യായത്തിനുമായിരുന്നു അവിടെ പ്രാധാന്യം. ചില ചരിത്രകാരന്മാർക്കിടയിൽ ഈ കോടതികളുടെ നിഷ്പക്ഷതയെക്കുറിച്ച് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്.
പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പണച്ചെലവില്ലാതെ തങ്ങളുടെ ഭാഷയിൽ സംസാരിച്ച് പെട്ടെന്ന് തീർപ്പ് കിട്ടുന്ന ഈ സംവിധാനം ഒരു വലിയ അനുഗ്രഹമായിരുന്നു. വൈകുന്നേരം കുഞ്ഞാപ്പ് വീട്ടിലെത്തുമ്പോൾ അവൻ്റെ ഭാര്യ ഫാത്തിമയും അയൽപ്പക്കത്തെ മറ്റ് സ്ത്രീകളും ചേർന്ന് വലിയൊരു പായ വിരിച്ച് മുറ്റത്തിരുന്ന് സംസാരിക്കുകയാണ്. അവരുടെ സംസാരം പഴയതുപോലെ അയൽപ്പക്കത്തെ കല്യാണക്കാര്യങ്ങളോ കഷ്ടപ്പാടുകളോ മാത്രമായിരുന്നില്ല. അവരുടെ കയ്യിൽ പഴയ തുണിക്കഷ്ണങ്ങളും നൂലുമൊക്കെയുണ്ട്. അവർ മലമുകളിൽ ഒളിപ്പോര് നടത്തുന്ന പോരാളികൾക്ക് വേണ്ടി മുറിവ് കെട്ടാനുള്ള തുണികളും ഭക്ഷണപ്പൊതികളും തയ്യാറാക്കുകയാണ്. യുദ്ധം ചെയ്യുന്നത് പുരുഷന്മാരാണെങ്കിലും ഈ പോരാട്ടത്തിൽ തങ്ങൾക്കും ഒരു പങ്കുണ്ടെന്ന് അവർ വിശ്വസിച്ചു. ബ്രിട്ടീഷ് പട്ടാളം ഗ്രാമങ്ങളിലേക്ക് കടന്നു വന്നാൽ എന്തു ചെയ്യണം, കുട്ടികളെയും കൊണ്ട് എവിടെ ഒളിക്കണം എന്നൊക്കെ അവർക്കിടയിൽ ചർച്ചകൾ നടക്കുന്നു. ചിലർ ആണുങ്ങളില്ലാത്ത വീടുകൾക്ക് രാത്രിയിൽ കാവലിരുന്നു. ഈ വിപ്ലവം അടുക്കളയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന സ്ത്രീകളെപ്പോലും പൊതുരംഗത്തേക്ക് കൊണ്ടുവന്നു. രാത്രിയാകുമ്പോൾ ഗ്രാമത്തിൽ പെരുമ്പറയുടെ ശബ്ദം കേൾക്കാം. അതൊരറിയിപ്പാണ്. ഹാജിയുടെ പുതിയ ഉത്തരവുകൾ ജനങ്ങളെ അറിയിക്കുന്ന രീതിയാണത്. ഒരു കവലയിൽ ആളുകൾ തടിച്ചുകൂടും. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ രാജ്യത്തേക്ക് പുറത്തുനിന്ന് ഉപ്പും മറ്റ് അവശ്യ സാധനങ്ങളും കൊണ്ടുവരുന്ന കച്ചവടക്കാരെ ആരും തടയരുത്. അവർക്ക് പൂർണ്ണ സംരക്ഷണം നൽകണം. സാധനങ്ങൾ പൂഴ്ത്തിവെച്ച് വില കൂട്ടി വിൽക്കുന്നവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികമുണ്ടായിരിക്കും. ഇങ്ങനെ പോകുന്നു അറിയിപ്പുകൾ. ഇതൊരു ഭരണകൂടം എത്ര കാര്യക്ഷമമായാണ് പ്രവർത്തിക്കുന്നതെന്നതിൻ്റെ തെളിവായിരുന്നു. വാർത്താവിനിമയത്തിന് ആളുകൾ നാടൻ രീതികളെയാണ് ആശ്രയിച്ചിരുന്നത്. ഓരോ ഗ്രാമത്തിൽ നിന്നും അടുത്ത ഗ്രാമത്തിലേക്ക് സന്ദേശവാഹകർ ഓടി. അവർ കൈമാറിയിരുന്നത് വെറും വിവരങ്ങളായിരുന്നില്ല, അതൊരു ജനതയുടെ അതിജീവനത്തിൻ്റെ തുടിപ്പുകളായിരുന്നു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് ആളുകൾ പലയിടത്തും ഒത്തുകൂടി. അവിടെയാണ് പുതിയ പാട്ടുകൾ പിറക്കുന്നത്. വാരിയംകുന്നൻ്റെ ധീരതയെക്കുറിച്ചും പൂക്കോട്ടൂർ യുദ്ധത്തിലെ വിജയത്തെക്കുറിച്ചും ബ്രിട്ടീഷുകാരുടെ പരാജയത്തെക്കുറിച്ചുമെല്ലാം ആവേശകരമായ മാപ്പിളപ്പാട്ടുകൾ രചിക്കപ്പെട്ടു. ആ പാട്ടുകൾ കൈമാറി മലബാറിലെങ്ങും പടർന്നു. അത് വെറുമൊരു വിനോദമായിരുന്നില്ല, ഒരു ജനതയുടെ ആത്മവിശ്വാസം നിലനിർത്താനുള്ള ഏറ്റവും നല്ല മരുന്നായിരുന്നു ആ പാട്ടുകൾ. നിരക്ഷരരായ സാധാരണക്കാർക്ക് പോലും തങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകാൻ ഈ കലാരൂപത്തിന് കഴിഞ്ഞു. ചിലപ്പോഴൊക്കെ ഈ ഗ്രാമീണ ജീവിതത്തിൻ്റെ ശാന്തതയെ ഭേദിച്ചുകൊണ്ട് ദൂരെ എവിടെയെങ്കിലും ഒരു വെടിയൊച്ച കേൾക്കാം. ബ്രിട്ടീഷ് പട്ടാളം വീണ്ടും പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നതിൻ്റെ സൂചനയാണത്. അപ്പോൾ ആളുകൾക്കിടയിൽ ചെറിയൊരു ഭയം നിഴലിക്കുമെങ്കിലും ആരും പഴയതുപോലെ ചിതറിയോടുന്നില്ല. കാരണം അവർക്കറിയാം, മലമുകളിൽ തങ്ങളെ സംരക്ഷിക്കാൻ സ്വന്തം സൈന്യമുണ്ടെന്ന്. ഈ ഭയം നിറഞ്ഞ സുരക്ഷിതത്വബോധം അതായിരുന്നു ഹാജിയുടെ ഭരണകാലത്തെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചരിത്രകാരന്മാർക്കിടയിൽ ഈ സമാന്തര ഭരണകൂടം എത്രത്തോളം സ്വയം പര്യാപ്തമായിരുന്നു എന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഒന്നോർക്കണം, ഇതെല്ലാം നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ തോക്കിൻ മുനയിൽ നിന്നുകൊണ്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ കുറച്ചു കാലത്തേക്കാണെങ്കിലും സ്വന്തമായി നിയമവും നീതിയും ഭക്ഷണവും പാട്ടുമുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയായിരുന്നു ആ ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. മലബാറിലെ കുന്നുകളിൽ വാരിയംകുന്നിൻ്റെ മലയാള രാജ്യം അതിൻ്റെ സുവർണകാലം ആഘോഷിക്കുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ മദ്രാസിലെയും ഡൽഹിയിലെയും ബ്രിട്ടീഷ് ഭരണസിരാ കേന്ദ്രങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. ടെലിഗ്രാഫ് ലൈനുകൾ മുറിഞ്ഞതുകൊണ്ട് ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ മലബാറിൽ നിന്ന് വാർത്തകളൊന്നും പുറം ലോകത്തെത്തിയിരുന്നില്ല. എന്നാൽ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട ചില ഉദ്യോഗസ്ഥരും നാവികരും വഴി കോഴിക്കോട്ട് നിന്ന് മദ്രാസിലേക്ക് സന്ദേശങ്ങൾ എത്തിയപ്പോൾ ഗവർണർ ജനറലിന്റെ നെറ്റി ചുളിഞ്ഞു. ഇതൊരു ചെറിയ പ്രാദേശിക ലഹളയല്ല, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് ഒരു കൊള്ളക്കാരൻ സ്വന്തമായി രാജ്യം ഭരിക്കുന്നു. വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള വാർത്ത. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനിത് ചിന്തിക്കാൻ പോലും കഴിയുന്നതിലും വലിയൊരു അപമാനമായിരുന്നു. ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന തങ്ങളെയാണ് ഏറനാട്ടിലെ കുറച്ചാളുകൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഈ വാർത്ത പുറം ലോകമറിഞ്ഞാൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ തീ ആളിക്കത്താൻ അധികം സമയം വേണ്ടിവരില്ല. അതുകൊണ്ട് ഈ വിപ്ലവം എത്രയും പെട്ടെന്ന് ഏറ്റവും ക്രൂരമായ രീതിയിൽ അടിച്ചമർത്തണമെന്ന് അവർ തീരുമാനിച്ചു. ഇനി പോലീസിനെയോ മലപ്പുറത്തെ സ്പെഷ്യൽ ഫോഴ്സിനെയോ അയച്ചിട്ട് കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഇനി വരേണ്ടത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും അപകടകാരികളായ റെജിമെന്റുകളാണ്. അങ്ങനെയാണ് ആ കപ്പലുകളും ട്രെയിനുകളും മലബാറിന്റെ തീരത്തേക്ക് പുറപ്പെടുന്നത്. അതിൽ നിറയെ പുതിയ പട്ടാളക്കാരായിരുന്നു. വെറും പട്ടാളക്കാരല്ല, വെല്ലിംഗ്ടണിലും ബാംഗ്ലൂരിലുമെല്ലാം ഉണ്ടായിരുന്ന അതിശക്തരായ ബറ്റാലിയനുകൾ. പക്ഷേ കൂട്ടത്തിൽ ഏറ്റവും ഭീകരമായ പേര് മറ്റൊന്നിനായിരുന്നു: ഗൂർഖ റെജിമെന്റ്.
ഹിമാലയത്തിലെ നേപ്പാളിൽ നിന്നുള്ള പോരാളികൾ ബ്രിട്ടീഷ് സൈന്യത്തിലെ കൂലിപ്പട്ടാളമാണെങ്കിലും അവരുടെ പോരാട്ടവീര്യത്തെ ബ്രിട്ടീഷുകാർക്ക് പോലും ഭയമായിരുന്നു. കുന്നുകളിലും മലകളിലുമുള്ള യുദ്ധത്തിൽ അവരെ വെല്ലാൻ അന്ന് ആരുമുണ്ടായിരുന്നില്ല. ഏറനാട്ടിലെ ഭൂപ്രകൃതിയിൽ ബ്രിട്ടീഷ് പട്ടാളക്കാർ പരാജയപ്പെട്ടിടത്ത് ഗൂർഖകൾക്ക് അതൊരു കളിസ്ഥലം പോലെയായിരിക്കും. കയ്യിൽ കുക്രി എന്ന വളഞ്ഞ കഠാരയുമായി മുഖത്ത് ഭാവഭേദമില്ലാതെ നിശബ്ദമായി ഇരയെ കൊല്ലാൻ കഴിവുള്ളവരായിരുന്നു അവർ. ഒരു ഗൂർഖ തന്റെ കുക്രി ഉറയിൽ നിന്ന് പുറത്തെടുത്താൽ രക്തം കാണാതെ അത് തിരികെയിടാറില്ല എന്നൊരു ചൊല്ലുപോലും പട്ടാളക്കാരുടെയിലുണ്ടായിരുന്നു. മലബാറിലെ മാപ്പിള പോരാളികൾക്ക് ഒളിപ്പോരിലുണ്ടായിരുന്ന മുൻതൂക്കം ഇല്ലാതാക്കാൻ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ മറുപടിയായിരുന്നു ഗൂർഖകൾ. പുതിയ സൈന്യം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ അവരെ കണ്ടുനിന്ന നാട്ടുകാരുടെ നെഞ്ചിൽ ഭയത്തിൻ്റെ ഒരു തണുപ്പ് അരിച്ചുകയറി. ഇത്രയും വലിയൊരു സൈന്യത്തെ അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആയിരക്കണക്കിന് ഗൂർഖകളും ബ്രിട്ടീഷ് സൈനികരും പട്ടണത്തിലൂടെ മാർച്ച് ചെയ്തു പോകുമ്പോൾ ഭൂമി കുലുങ്ങുന്നത് പോലെ തോന്നി. അതൊരു യുദ്ധത്തിനുള്ള വരവായിരുന്നു. വെറും യുദ്ധമല്ല, ഒരു ഉന്മൂലനത്തിനുള്ള പുറപ്പാട്. പുതിയ സൈന്യത്തോടൊപ്പം പുതിയ നിയമങ്ങളും വന്നു. ബ്രിട്ടീഷുകാർ മലബാറിൽ മാർഷൽ ലോ, അതായത് പട്ടാള നിയമം പ്രഖ്യാപിച്ചു. അതോടെ സാധാരണ നിയമങ്ങളെല്ലാം അപ്രസക്തമായി. ഒരു പട്ടാളക്കാരന് ആരെ വേണമെങ്കിലും സംശയത്തിൻ്റെ പേരിൽ വെടിവെച്ചു കൊല്ലാം. വിചാരണയില്ല, കോടതിയില്ല. ഗ്രാമങ്ങൾക്ക് കൂട്ടത്തോടെ പിഴ ചുമത്തി. ഒരാൾ ഒരു കുറ്റം ചെയ്താൽ ആ ഗ്രാമത്തിലുള്ളവരെല്ലാം അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം. പോരാളികൾക്ക് ആരെങ്കിലും ഭക്ഷണം കൊടുക്കുകയോ ഒളിത്താവളം നൽകുകയോ ചെയ്താൽ ആ വീടും പറമ്പും കത്തിച്ചു കളയാൻ ഉത്തരവിട്ടു. അതോടെ മലബാറിൻ്റെ മണ്ണ് ഒരു വലിയ വേട്ടക്കളമായി മാറി. ഇരയും വേട്ടക്കാരനും മാത്രമുള്ള ഒരു ഭീകരമായ കളി തുടങ്ങുകയായിരുന്നു. പുതിയ സൈന്യത്തിൻ്റെ വരവോടെ യുദ്ധത്തിൻ്റെ സ്വഭാവം മാറി. അതുവരെ പ്രതിരോധത്തിലായിരുന്ന ബ്രിട്ടീഷുകാർ ഇപ്പോൾ ആക്രമിക്കാൻ തുടങ്ങി. അവർ ചെറിയ സംഘങ്ങളായി തിരിയുന്നതിനു പകരം നൂറുകണക്കിന് പേരടങ്ങുന്ന വലിയ കമ്പനികളായിട്ടാണ് നീങ്ങിയത്. ഓരോ സംഘത്തിനും വഴികാട്ടാനായി ആനകളുണ്ടായിരുന്നു. റോഡുകളിൽ മരങ്ങൾ വെട്ടിയിട്ടാൽ ആനകളെ ഉപയോഗിച്ച് അവ വലിച്ചുമാറ്റി അവർ മുന്നോട്ടു പോയി. അവരുടെ കയ്യിൽ സാധാരണ റൈഫിളുകൾക്ക് പുറമെ ദൂരേക്ക് വെടിവെക്കാൻ കഴിയുന്ന മോർട്ടാറുകളും മലമുകളിലേക്ക് വെടിയുതിർക്കാൻ കഴിയുന്ന ലൂയിസ് ഗണ്ണുകളും ഉണ്ടായിരുന്നു. ഗൂർഖകൾ കാടുകളിലേക്ക് ഇരച്ചുകയറി. ഒളിപ്പൊരാളികൾ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്താൻ അവർക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. മാപ്പിള പോരാളികൾ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് ആക്രമണം നടത്തുമ്പോൾ ബ്രിട്ടീഷ് പട്ടാളം താഴെ നിന്ന് വെടിവെക്കും. അതേസമയം ആരും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ മല കയറുന്ന ഗൂർഖകൾ പിന്നിൽ നിന്ന് വന്ന പോരാളികളെ വളയും. അതോടെ മാപ്പിളമാരുടെ ഒളിപ്പോരിൻ്റെ തന്ത്രങ്ങൾ പലപ്പോഴും പാളിപ്പോകാൻ തുടങ്ങി. യുദ്ധം ഗ്രാമങ്ങളിലേക്കും പടർന്നു. പുലർച്ചെ സമയങ്ങളിൽ ഗ്രാമവാസികൾ സുഖമായി ഉറങ്ങുമ്പോൾ ഗൂർഖ സൈന്യം ഗ്രാമം വളയും. വീടുകളിൽ കയറി പുരുഷന്മാരെയും ആയുധമെടുക്കാൻ കഴിവുണ്ടെന്ന് തോന്നുന്ന കൗമാരക്കാരെയും പിടിച്ചുകൊണ്ടുപോകും. എതിർക്കാൻ ശ്രമിക്കുന്നവരെ അവിടെ വെച്ച് തന്നെ വെടിവെച്ചു കൊല്ലും. സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിച്ചു. വീടുകൾക്ക് തീയിട്ടു. വളർത്തുമൃഗങ്ങളെ കൊന്നു. നെൽപ്പാടങ്ങൾ കത്തിച്ചു. അതൊരു ഭീകരവാഴ്ചയായിരുന്നു. ഒരു ജനതയെ പട്ടിണിക്കിട്ട് തോൽപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പോരാളികൾക്ക് ഗ്രാമങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന പിന്തുണ ഇല്ലാതാക്കാനും ഈ ക്രൂരതകൾ സഹായിച്ചു. ഈ പുതിയ സാഹചര്യത്തിൽ വാര്യംകുന്നനും കൂട്ടർക്കും പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരുന്നു. പൂക്കോട്ടൂർ യുദ്ധത്തിലേതുപോലുള്ള വലിയ വിജയങ്ങൾ ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. പലയിടത്തും ചെറിയ ഏറ്റുമുട്ടലുകളിൽ അവർക്ക് കനത്ത നഷ്ടങ്ങളുണ്ടായി. സൈന്യത്തിലേക്ക് പുതുതായി ആളുകളെ ചേർക്കാൻ ബുദ്ധിമുട്ടായി. കാരണം പട്ടാളത്തിൽ ചേർന്നാൽ തൻ്റെ കുടുംബം ബ്രിട്ടീഷുകാരുടെ പ്രതികാരത്തിന് ഇരയാകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ചരിത്രത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഒരു ചോദ്യം പ്രസക്തമാണ്. ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ നിന്ന് മലബാറിലെ പോരാളികൾക്ക് എന്തുകൊണ്ട് സഹായം ലഭിച്ചില്ല? ചില ചരിത്രകാരന്മാർ പറയുന്നത് ഗാന്ധിജി അടക്കമുള്ള നേതാക്കൾ അക്രമത്തിൻ്റെ പാത തെരഞ്ഞെടുത്തതിൽ അസംതൃപ്തരായിരുന്നു എന്നാണ്. മറ്റു ചിലർ പറയുന്നത് മലബാറിലെ സംഭവങ്ങൾക്ക് ഒരു വർഗീയ നിറം നൽകാൻ ബ്രിട്ടീഷുകാർ തുടക്കം മുതലേ ശ്രമിച്ചു എന്നാണ്. അതിലവർ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു എന്നാണ്. കാരണം എന്തുതന്നെയായാലും ഒരു കാര്യം വ്യക്തമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ സൈനിക ശക്തിക്കെതിരെയും മലബാറിലെ മാപ്പിള കർഷകർക്ക് ഒറ്റയ്ക്ക് പോരാടേണ്ടി വന്നു. എന്നാൽ ഈ തിരിച്ചടികൾക്കിടയിലും അവർ തളർന്നില്ല. വാര്യംകുന്നൻ തൻ്റെ തന്ത്രങ്ങൾ മാറ്റി.
വലിയ സൈനിക നീക്കങ്ങൾക്ക് പകരം മിന്നലാക്രമണങ്ങളിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഗൂർഖകൾക്ക് പോലും എത്തിപ്പെടാൻ പ്രയാസമുള്ള ഉൾക്കാടുകളിലേക്ക് അദ്ദേഹം തൻ്റെ ആസ്ഥാനം മാറ്റി. രാത്രിയുടെ മറവിൽ ചെറിയ സംഘങ്ങളായി പുറത്തുവന്ന് പട്ടാള ക്യാമ്പുകൾ ആക്രമിച്ച് അവർ ആയുധങ്ങൾ പിടിച്ചെടുത്തു. ബ്രിട്ടീഷ് സൈന്യത്തിന് കൂടുതൽ ആൾനാശം വരുത്തിക്കൊണ്ട് അവർ പോരാട്ടം തുടർന്നു. പക്ഷേ എത്ര നാളിങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? ചുറ്റുമുള്ള വൃത്തം ഓരോ ദിവസം കഴിയുന്തോറും ചെറുതായി വരികയായിരുന്നു. ആ വലിയ സൈന്യത്തിനു മുന്നിൽ ഒറ്റപ്പെട്ടുപോയ ആ പോരാളികളുടെ ധൈര്യം അവിശ്വസനീയമായിരുന്നു. ബ്രിട്ടീഷ് സൈന്യവും ഗൂർഖ റെജിമെന്റും ചേർന്ന് മലബാറിലെ ഗ്രാമങ്ങളെ വേട്ടയാടാൻ തുടങ്ങിയതോടെ അവിടുത്തെ ജയിലുകൾ നിറഞ്ഞു കവിയാൻ തുടങ്ങി. തിരൂരിലെയും മലപ്പുറത്തെയും കോഴിക്കോട്ടെയും ഒക്കെ സബ് ജയിലുകളിൽ തടവുകാരെ കൊണ്ട് നിൽക്കാൻ പോലും സ്ഥലമില്ലാതായി. സംശയത്തിൻ്റെ പേരിൽ പിടികൂടുന്നവരെ വിചാരണ ചെയ്യാനോ എവിടെയാണ് പാർപ്പിക്കേണ്ടതെന്നോ ഒരു ധാരണയുമില്ലാതെ ബ്രിട്ടീഷ് അധികാരികൾ കുഴഞ്ഞി. ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളെയാണ് ഗ്രാമങ്ങൾ വളഞ്ഞ് അവർ പിടിച്ചുകൊണ്ടുവരുന്നത്. ഇതിൽ യഥാർത്ഥ പോരാളികളുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുത്തവരുണ്ട്, വഴി കാണിച്ചവരുണ്ട്, പിന്നെ ഇതൊന്നും അറിയാത്ത പാവങ്ങളുമുണ്ട്. പക്ഷെ പട്ടാള നിയമം നിലനിൽക്കുന്നതുകൊണ്ട് ആര് കുറ്റവാളി ആര് നിരപരാധി എന്ന് നോക്കാൻ ആരുമില്ല. ഈ തടവുകാരെ എന്തു ചെയ്യും? മലബാറിൽ ഇവരെ പാർപ്പിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നി. എപ്പോൾ വേണമെങ്കിലും ലഹളക്കാർ സംഘടിച്ച് ജയിലാക്രമിച്ച് ഇവരെ മോചിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൂരെയുള്ള ജയിലുകളിലേക്ക് ഇവരെ മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് കർണാടകത്തിലെ ബെല്ലാരിയിലും തമിഴ്നാട്ടിലെ കണ്ണൂരിലുമൊക്കെയുള്ള, അന്ന് കണ്ണൂർ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്നു, സെൻട്രൽ ജയിലുകളിലേക്ക് തടവുകാരെ അയക്കാൻ തുടങ്ങിയത്. തടവുകാരെ കൊണ്ടുപോകുന്നത് ട്രെയിനുകളിലാണ്. സാധാരണയായി യാത്രാബോഗികളിൽ തന്നെയാണ് ഇവരെയും കൊണ്ടുപോകാറ്. കയ്യിൽ വിലങ്കും കാലിൽ ചങ്ങലയുമിട്ട് തോക്കുധാരികളായ പോലീസുകാരുടെ കാവലിൽ. പക്ഷേ തടവുകാരുടെ എണ്ണം കൂടിയപ്പോൾ യാത്രാബോഗികൾ തികയാതെ വന്നു. അപ്പോഴാണ് ഒരു ബുദ്ധിമാനായ ഏതോ ഉദ്യോഗസ്ഥന് ആ ആശയം തോന്നിയത്. എന്തിനാണ് യാത്രാബോഗികൾ? സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഗുഡ്സ് വാഗണുകൾ കാലിയായി കിടപ്പില്ലേ? അതിൽ കയറ്റി കൊണ്ടുപോയാൽ പോരെ? അങ്ങനെ 1921 നവംബർ 19 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ആ വാഗൺ കൊണ്ടുവന്നിട്ടു. മദ്രാസ് ആൻഡ് സദേൺ മഹാരാത്ത റെയിൽവേയുടെ 1711 എന്ന നമ്പറുള്ള ഒരു സാധാരണ ചരക്ക് വാഗൺ. ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച അടച്ചുപൂട്ടിയ ഒരു പെട്ടി. സാധനങ്ങൾ കേടുകൂടാതെ മഴയും വെയിലുമേൽക്കാതെ കൊണ്ടുപോകാൻ വേണ്ടി നിർമ്മിച്ചത്. അതിന് ജനലുകളില്ല, വായു കടക്കാൻ മുകളിൽ ചെറിയൊരു വിടവ് പോലുമില്ല. ഇരുവശത്തും പുറത്തുനിന്ന് മാത്രം തുറക്കാനും അടക്കാനും പറ്റുന്ന ഒരു വലിയ ഇരുമ്പുവാതിൽ. അതൊരു ശവപ്പെട്ടി പോലെയായിരുന്നു. അന്ന് രാവിലെ തിരൂർ സബ് ജയിലിൽ നിന്ന് ഏകദേശം 100ഓളം തടവുകാരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിക്കൊണ്ടുവന്നു. അവരെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ പല ഗ്രാമങ്ങളിൽ നിന്നായി പിടിക്കപ്പെട്ടവരായിരുന്നു. പലരുടെയും ശരീരത്തിൽ മർദ്ദനത്തിൻ്റെ പാടുകളുണ്ട്. ദിവസങ്ങളായി ശരിയായ ഭക്ഷണമോ വെള്ളമോ കിട്ടിയിട്ട്. സ്റ്റേഷനിലെത്തിയപ്പോഴാണ് തങ്ങളെ കുത്തിനിറയ്ക്കാൻ പോകുന്നത് ഒരു ഇരുട്ടുപെട്ടിയിലാണെന്ന് അവർക്ക് മനസ്സിലായത്. അവർ പ്രതിഷേധിക്കാൻ ശ്രമിച്ചു. ഞങ്ങളെ ഇതിലിട്ട് കൊല്ലരുത്, ഞങ്ങൾ മനുഷ്യരാണ്, അവർ കരഞ്ഞു പറഞ്ഞു. പക്ഷേ ആര് കേൾക്കാൻ? പോലീസ് സാർജന്റ് ആൻഡ്രൂസ് എന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അവരെ ബലം പ്രയോഗിച്ച് ആ വാഗണിലേക്ക് തള്ളിക്കയറ്റി. ലാത്തി കൊണ്ടടിച്ചു, ബൂട്ടിട്ട് ചവിട്ടി. 100 പേർക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത ആ ചെറിയ പെട്ടിയിലേക്ക് അവരെ ഒന്നിനു മുകളിൽ ഒന്നായി കുത്തിനിറച്ചു. അവസാനം ആ വലിയ ഇരുമ്പുവാതിൽ അവർ പുറത്തുനിന്ന് അടച്ചുപൂട്ടി. അകത്ത് കൂരാക്കൂരിട്ട്. ആദ്യം എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ആർക്കും മനസ്സിലായില്ല. ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന രീതിയിൽ ആളുകൾ ഞെങ്ങിഞ്ഞെരുങ്ങി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ട്രെയിൻ പതുക്കെ നീങ്ങാൻ തുടങ്ങി. തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂർ വരെയായിരുന്നു ആ യാത്രയുടെ ആദ്യഘട്ടം. അവിടെ എത്തിയിട്ട് വേണം ബെല്ലാരിയിലേക്കുള്ള ട്രെയിൻ മാറിക്കയറാൻ. ആ ഇരുട്ടുപെട്ടിക്കുള്ളിലിരുന്ന് പുറത്തെ ലോകത്തിൻ്റെ ശബ്ദങ്ങൾ മാത്രം കേട്ട് തങ്ങളുടെ അന്ത്യവിധിയും കാത്ത് ആ മനുഷ്യർ യാത്ര തുടങ്ങി. ട്രെയിൻ ഓടിത്തുടങ്ങിയപ്പോൾ തന്നെ അകത്തെ സ്ഥിതി ഭീകരമായി. ചൂടുകൊണ്ട് ശരീരം ഉരുകാൻ തുടങ്ങി. ആളുകൾ വിയർത്തു. ശുദ്ധവായുവിനു വേണ്ടി എല്ലാവരും ഒരുപോലെ ആർത്തി പിടിച്ചപ്പോൾ ആ ചെറിയ പെട്ടിക്കുള്ളിലെ ഓക്സിജൻ അതിവേഗം തീർന്നു തുടങ്ങി. ആളുകൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. അവരലറി വിളിച്ചു. വാതിലിൽ ആഞ്ഞടിച്ചു. തുറക്കൂ, ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു, കുറച്ച് വെള്ളം തരൂ. അവരുടെ കരച്ചിൽ പുറത്തുള്ള പോലീസുകാർ കേട്ടില്ലെന്ന് നടിച്ചു. അതവരുടെ പതിവ് അടവാണെന്നാണ് അവർ കരുതിയത്. സമയം കടന്നുപോയി.
ഷോണൂർ സ്റ്റേഷനെത്തിയപ്പോൾ ട്രെയിൻ നിർത്തി. അകത്തുനിന്നുള്ള നിലവിളിയും ഇടിയും നേർത്ത് വന്നിരുന്നു. ചില പോലീസുകാർക്ക് എന്തോ പന്തികേട് തോന്നി. അവർ സർജന്റിനോട് വാതിൽ തുറന്നു നോക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അയാൾ സമ്മതിച്ചില്ല. അതൊക്കെ അവരുടെ അടവാണ്, തുറന്നാൽ അവർ പുറത്തു ചാടും, അയാൾ പറഞ്ഞു. ട്രെയിൻ വീണ്ടും മുന്നോട്ട് നീങ്ങി. അകത്ത് മരണത്തിന്റെ തണുപ്പ് പടർന്നു പിടിക്കാൻ തുടങ്ങിയിരുന്നു. ഓരോരുത്തരായി ശ്വാസം കിട്ടാതെ നിലത്തു വീണു. ദാഹം സഹിക്കവയ്യാതെ ചിലർ മറ്റുള്ളവരുടെ വിയർപ്പ് നക്കിക്കുടിച്ചു. ചിലർ സ്വന്തം മൂത്രം കുടിച്ചു. ജീവനു വേണ്ടിയുള്ള ആ പിടച്ചിലിനിടയിൽ അവർ പരസ്പരം മാന്തി പറിച്ചു, കടിച്ചു. അതൊരു നരകമായിരുന്നു. ജീവനുള്ള മനുഷ്യരെ ഒരു ഇരുമ്പുപെട്ടിയിലിട്ട് പുഴുങ്ങിക്കൊല്ലുന്ന നരകം. ഏകദേശം 5 മണിക്കൂറുകൾക്ക് ശേഷം രാത്രിയോടെ ട്രെയിൻ പോത്തന്നൂർ സ്റ്റേഷനിലെത്തി. വാഗൻ മാറ്റിക്കയറ്റാനായി വാതിൽ തുറന്ന റെയിൽവേ ജീവനക്കാർ ആ കാഴ്ച കണ്ട് ഞെട്ടിവിറച്ചു. അകത്ത് മനുഷ്യരുടെ ജഡങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി കുന്നുകൂടി കിടക്കുന്നു. ജീവനോടെ ശേഷിച്ച കുറച്ചുപേർ ബോധരഹിതരായി അതിനിടയിൽ വീണുകിടപ്പുണ്ട്. ആ വാഗണിൽ നിന്ന് പുറത്തേക്ക് വന്ന ദുർഗന്ധം സഹിക്കാനാവാതെ ആളുകൾ ഓക്കാനിച്ചു. മരിച്ചവരെയും ജീവനുള്ളവരെയും വേർതിരിച്ചു പുറത്തെടുത്തു. 64 പേർ ആ ഇടുങ്ങിയ മുറിയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചിരുന്നു. ബാക്കിയുള്ളവർ മരണത്തോട് മല്ലിടുകയായിരുന്നു. ഈ വാർത്ത പുറത്തറിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്നു ഭയന്ന ബ്രിട്ടീഷ് അധികാരികൾ മൃതദേഹങ്ങൾ തിരൂരിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഒരു വലിയ കുഴിവെട്ടി അതിലിട്ട് മൂടി. കോയമ്പത്തൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബാക്കിയുള്ളവരിൽ ചിലർ കൂടി പിന്നീട് മരിച്ചു. അങ്ങനെ മരണസംഖ്യ 70 ഈ സംഭവം ചരിത്രത്തിൽ വാഗൺ ട്രാജഡി എന്ന പേരിൽ അറിയപ്പെട്ടു. ഇത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ മനുഷ്യത്വഹീനമായ മുഖം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. ഒരു യുദ്ധത്തിൽ വെടിയേറ്റു മരിക്കുന്നതിനേക്കാൾ ഭീകരമായിരുന്നു ആ മരണം. വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷുകാർ ഒരു കമ്മീഷനെ നിയമിച്ചെങ്കിലും സർജന്റ് ആൻഡ്രൂസിനെ പോലുള്ള ചെറിയ ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റക്കാരായി കണ്ടെത്തി പേരിനൊരു നടപടിയെടുത്ത് വിഷയം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ആ പാവം മനുഷ്യരുടെ നിലവിളി 100 വർഷങ്ങൾക്കിപ്പുറവും ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും മാഞ്ഞുപോയിട്ടില്ല. ആ ഇരുമ്പ് വാഗൺ മലബാർ വിപ്ലവത്തിലെ ഏറ്റവും കറുത്തതും വേദനാജനകവുമായ ഒരു അധ്യായമായി ഇന്നും നിലനിൽക്കുന്നു. ഒരു സംവാദ വിഷയം ഇപ്പോഴും ബാക്കിയാണ്. ഇത് മനഃപൂർവ്വമല്ലാത്ത ഒരപകടമായിരുന്നു, അതോ ഒരു ജനതയെ ഭയപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം നടത്തിയ ഒരു കൂട്ടക്കൊലയായിരുന്നു? 1922 തുടക്കം. മലബാറിലെ മണ്ണിൽ മഞ്ഞു പെയ്യാൻ തുടങ്ങുന്ന കാലം. ആ മഞ്ഞിന് ഒരുതരം മരണത്തിൻ്റെ തണുപ്പുണ്ടായിരുന്നു. ഗൂർഖ സൈന്യം ഗ്രാമങ്ങൾ ചവിട്ടി മെതിച്ച് മുന്നേറുകയാണ്. 100 കണക്കിന് മാപ്പിള പോരാളികൾ ഒന്നുകിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ പിടിക്കപ്പെട്ടു. വാഗൺ ട്രാജഡി പോലുള്ള സംഭവങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഭയത്തിൻ്റെ ഒരു കരിനിഴൽ വീഴ്ത്തിയിരുന്നു. ബ്രിട്ടീഷുകാർക്ക് മലബാറിൻ്റെ നിയന്ത്രണം ഏതാണ്ട് പൂർണ്ണമായി തിരികെ കെട്ടിക്കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനുകൾ വീണ്ടും തുറന്നു, സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ ഒരൊറ്റ മനുഷ്യൻ മാത്രം അവർക്ക് പിടികൊടുക്കാതെ ആ കുന്നുകളിലും കാടുകളിലും ഒരു പ്രേതത്തെപ്പോലെ അലഞ്ഞു നടന്നു. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അദ്ദേഹത്തിൻ്റെ മലയാള രാജ്യം പേരിന് പോലും ഇല്ലാതായി കഴിഞ്ഞിരുന്നു. സൈന്യത്തിലെ ഭൂരിഭാഗം പേരും ചിതറിപ്പോയിരുന്നു. വിരലിലെണ്ണാവുന്ന കുറച്ച് വിശ്വസ്തർ മാത്രമേ അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ ശേഷിക്കുന്നുള്ളൂ. എന്നാലും ഹാജി ജീവനോടെയുണ്ട് എന്നൊറ്റ കാരണം ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തി. കാരണം ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ തീ പൂർണ്ണമായി അണയില്ലെന്ന് അവർക്കുറപ്പായിരുന്നു. എപ്പോ വേണമെങ്കിലും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ അദ്ദേഹം വീണ്ടും ഉയർത്തെഴുന്നേൽക്കാം. അതുകൊണ്ട് ഹാജിയെ പിടിക്കുക എന്നത് അവരുടെ അഭിമാന പ്രശ്നമായി മാറി. പുതിയതായി നിയമിക്കപ്പെട്ട സ്പെഷ്യൽ പോലീസ് കമ്മീഷണർ റിച്ചാർഡ് ഹോവാർഡ് ഹിച്ച്കോക്ക്, പൂക്കോട്ടൂരിലും തിരൂരങ്ങാടിലുമെല്ലാം ഉണ്ടായിരുന്ന അതേ ഹിച്ച്കോക്ക്, ഒരു കാര്യം ഉറപ്പിച്ചു: സൈന്യത്തെ ഉപയോഗിച്ച് മാത്രം ഹാജിയെ പിടിക്കാൻ കഴിയില്ല. കാരണം ആ കാടുകൾ ഹാജിയുടെ കൈരേഖകൾ പോലെയാണ്. ഓരോ മരവും ഓരോ കല്ലും അദ്ദേഹത്തിൻ്റെ വഴികാട്ടും. സൈന്യത്തിൻ്റെ ബൂട്ടിൻ്റെ ശബ്ദം കിലോമീറ്ററുകൾ ദൂരെ നിന്നേ അദ്ദേഹം തിരിച്ചറിയും. തോക്കുകൊണ്ട് ജയിക്കാൻ പറ്റാത്ത യുദ്ധം ജയിക്കാൻ ബ്രിട്ടീഷുകാർ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരൊറ്റ ആയുധമേ ഉള്ളൂ: ചതി. അവർ ഹാജിയുടെ കൂടെ ഉള്ളവരെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാരാണ്? ആർക്കൊക്കെയാണ് അദ്ദേഹത്തെ സ്വാധീനിക്കാൻ കഴിയുക? അങ്ങനെയാണ് ആ പേരിലേക്ക് ബ്രിട്ടീഷുകാർ എത്തുന്നത്: ഉണ്ണിയൻ മുസ്ലിയാർ. ഉണ്ണിയൻ മുസ്ലിയാർ ഹാജിയുടെ വെറുമൊരു അനുയായിയായിരുന്നില്ല, ബാല്യകാല സുഹൃത്തായിരുന്നു. ഒരുമിച്ച് കളിച്ചു വളർന്നവർ. ഈ വിപ്ലവത്തിൻ്റെ തുടക്കം മുതൽ ഹാജിയുടെ വലം കൈയായി കൂടെയുണ്ടായിരുന്നയാൾ.
ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ഹാജിക്ക് പൂർണ്ണ വിശ്വാസമുള്ള, സ്വന്തം ജീവൻ പോലും കൊടുത്ത് സംരക്ഷിക്കാൻ ഹാജി തയ്യാറാകുന്ന ഒരാൾ. ഈ ചൊങ്ങാത്തത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ അവരുടെ കെണി ഒരുക്കാൻ തുടങ്ങി. അവർ ഉണ്ണീൻ മുസ്ലിയാരെ രഹസ്യമായി ബന്ധപ്പെട്ടു. അദ്ദേഹത്തിനു മുന്നിൽ അവർ 2 വഴികൾ വെച്ചു. ഒന്നുകിൽ ഹാജിയോടൊപ്പം പിടിയിലായി തൂക്കിലേറ്റപ്പെടുകയോ ആൻഡമാനിലേക്ക് നാട് കടത്തപ്പെടുകയോ ചെയ്യാം. നിങ്ങളുടെ കുടുംബം അനാഥമാകും. അല്ലെങ്കിൽ ബ്രിട്ടീഷ് സർക്കാരുമായി സഹകരിക്കാം. നിങ്ങൾക്ക് മാപ്പ് നൽകാം. നിങ്ങളുടെ കുടുംബത്തിന് സുരക്ഷ ഉറപ്പുതരാം. നല്ലൊരു ജീവിതം വാഗ്ദാനം ചെയ്യാം. ഒന്നാലോചിച്ചു നോക്കൂ ഉണ്ണീൻ മുസ്ലിയാരുടെ മാനസികാവസ്ഥ. ഒരു വശത്ത് ജീവനു തുല്യം സ്നേഹിക്കുന്ന സുഹൃത്ത്, മറുവശത്ത് സ്വന്തം ജീവനും കുടുംബത്തിൻ്റെ ഭാവിയും. ഏത് തിരഞ്ഞെടുക്കാനാണ് എളുപ്പം? ദിവസങ്ങളോളം നീണ്ട മാനസിക സംഘർഷത്തിനൊടുവിൽ ഒരുപക്ഷേ ബ്രിട്ടീഷുകാരുടെ ഭീഷണിക്ക് വഴങ്ങിയാവാം അയാൾ ആ തീരുമാനമെടുത്തു, ഹാജിയെ ഒറ്റുകൊടുക്കാൻ. ചില ചരിത്രകാരന്മാർക്കിടയിൽ ഉണ്ണീൻ മുസ്ലിയാർക്ക് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തതെന്തെന്നതിനെക്കുറിച്ച് ഇപ്പോഴും പലതരം കഥകൾ പ്രചാരത്തിലുണ്ട്. പണവും പദവിയുമായിരുന്നു പ്രലോഭനമെന്ന് ചിലർ പറയുമ്പോൾ, കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം അത് ചെയ്തതെന്ന് മറ്റു ചിലർ വാദിക്കുന്നു. കെണിയൊരുങ്ങി ഹാജിയെ കാടിന് പുറത്തിറക്കിക്കൊണ്ടുവരികയാണ് അടുത്ത ലക്ഷ്യം. അതിനൊരു കാരണം വേണം. ഉണ്ണീൻ മുസ്ലിയാർ ഹാജിയുടെ അടുത്തേക്ക് ഒരു ദൂതുമായി പോയി. അദ്ദേഹം പറഞ്ഞു, ബ്രിട്ടീഷുകാർക്ക് യുദ്ധം മടുത്തു. അവർക്ക് സമാധാന ചർച്ചകൾക്ക് തയ്യാറാണ്. മാന്യമായ ഒരു കീഴടങ്ങലിന് അവർ അവസരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ മക്കയിലേക്ക് അയക്കാൻ അവർ തയ്യാറാണ്. അവിടെ നിങ്ങൾക്ക് ശിഷ്ടകാലം സമാധാനത്തോടെ ജീവിക്കാം. ഈ നാട്ടിലെ സാധാരണക്കാരുടെ കഷ്ടപ്പാടുകൾ ഇനിയെങ്കിലും അവസാനിക്കട്ടെ. ഈ വാഗ്ദാനം കേൾക്കുമ്പോൾ ഹാജിയുടെ മനസ്സിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അദ്ദേഹം ഒരു വിഡ്ഢിയായിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ വാക്കിന് പുല്ലുവില പോലുമില്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. പതിറ്റാണ്ടുകളുടെ ചതിയുടെ ചരിത്രമുണ്ടവർക്ക്. പക്ഷേ ഈ സന്ദേശം കൊണ്ടുവന്നിരിക്കുന്നത് ഉണ്ണീൻ മുസ്ലിയാരാണ്. സ്വന്തം നിഴലിനേക്കാൾ അദ്ദേഹം വിശ്വസിച്ച സുഹൃത്ത്. ഉണ്ണീൻ മുസ്ലിയാർ തന്നെ ചതിക്കുമെന്ന് അദ്ദേഹത്തിന് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. അതിലുപരി മറ്റൊരു ചിന്ത അദ്ദേഹത്തെ അലട്ടിയിരിക്കണം. തൻ്റെ കൂടെയുള്ള വിരലിലെണ്ണാവുന്ന പോരാളികളെ വെച്ച് ഇനി എത്ര നാൾ ഈ കാട്ടിലൊളിച്ചു ജീവിക്കാൻ പറ്റും? താൻ കാരണം ഇനിയും എത്ര നിരപരാധികൾ കൊല്ലപ്പെടണം? എത്ര വീടുകൾ കത്തിച്ചാമ്പലാകണം? ഒരുപക്ഷെ ഇതൊരു അവസാന ശ്രമം നടത്തി നോക്കാമെന്ന് അദ്ദേഹം കരുതിയിരിക്കാം. താൻ കീഴടങ്ങിയാൽ ഈ നാട്ടിൽ സമാധാനം തിരികെ വരുമെങ്കിൽ അതായിരിക്കും തനിക്ക് ചെയ്യാൻ കഴിയുന്ന അവസാനത്തെ ഏറ്റവും വലിയ ത്യാഗം. ഞാൻ വരാം, അദ്ദേഹം ഒടുവിൽ സമ്മതിച്ചു. പക്ഷേ എനിക്കൊരു ഉറപ്പ് വേണം. എൻ്റെ കൂടെയുള്ള ആരെയും അവർ ഉപദ്രവിക്കരുത്. അവർക്ക് മാപ്പ് നൽകണം. ഉണ്ണീൻ മുസ്ലിയാർ ആ ഉറപ്പും നൽകി. 1922 ജനുവരി 6. സ്ഥലം കല്ലാമൂല എന്നൊരു ചെറിയ കുന്നുപ്രദേശം. അവിടെ വെച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താമെന്നാണ് ഏർപ്പാട്. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. നേർത്ത മഞ്ഞുള്ള ഒരു പ്രഭാതം. ഹാജിയും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന 24 അനുയായികളും ആയുധങ്ങളെല്ലാം താഴെ വച്ച് ചർച്ചയ്ക്കായി കാത്തിരുന്നു. ഉണ്ണീൻ മുസ്ലിയാരായിരുന്നു അവരെ അങ്ങോട്ട് നയിച്ചത്. എന്നാൽ അവിടെ അവരെ കാത്തിരുന്നത് സമാധാന ചർച്ചയ്ക്ക് വന്ന ഉദ്യോഗസ്ഥരായിരുന്നില്ല. മരങ്ങൾക്കിടയിലും പാറകൾക്ക് പിന്നിലുമായി പതിയിരുന്ന ഒരു വലിയ ഗൂർഖ സൈന്യമായിരുന്നു. 100 കണക്കിന് തോക്കുകൾ ഒരേ സമയം അവർക്ക് നേരെ നീണ്ടു. ആ സൈന്യത്തിൻ്റെ തലപ്പത്ത് വിജയഭാവത്തോടെ ഹിച്ച്കോക്ക് നിന്നിരുന്നു. ആ നിമിഷം ഹാജിക്കെല്ലാം മനസ്സിലായി. താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഒരു നിമിഷം ഉണ്ണീൻ മുസ്ലിയാരുടെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടത്തിൽ എന്തായിരുന്നു? ദേഷ്യമായിരുന്നു? സങ്കടമായിരുന്നു? അതോ ഇത് വേണ്ടായിരുന്നു എന്നൊരു നിസ്സഹായതയായിരുന്നു? ചരിത്രത്തിനറിയില്ല. ഉണ്ണീൻ മുസ്ലിയാർ ആ നോട്ടം സഹിക്കാനാവാതെ തലതാഴ്ത്തി. ഹാജി ഒരു പോരാട്ടത്തിന് ശ്രമിച്ചില്ല, ഒരു രക്ഷപ്പെടലിനും മുതിർന്നില്ല. കാരണം അദ്ദേഹത്തിനറിയാമായിരുന്നു അത് വെറുതെയാണെന്ന്. ഒരു തുള്ളി ചോര പോലും ചിന്താതെ ആ വിപ്ലവ സൂര്യൻ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ കീഴടങ്ങി. അദ്ദേഹത്തെയും കൂട്ടരെയും ചങ്ങലയിൽ ബന്ധിച്ച് അവർ മലപ്പുറത്തേക്ക് നടത്തിക്കൊണ്ടുപോയി. 1 വർഷത്തോളം ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച, സ്വന്തമായി ഒരു രാജ്യം സ്ഥാപിച്ച് ഭരിച്ച ആ വീരനായകനെ അവർക്ക് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പകരം സൗഹൃദമെന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗർബല്യത്തിൽ അവർ ഒരു കെണിയൊരുക്കി. ആ കെണിയിൽ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന പോരാളി വീണുപോയി. ആ അറസ്റ്റ് മലബാർ വിപ്ലവത്തിൻ്റെ ഔദ്യോഗികമായ അന്ത്യം കുറിക്കുകയായിരുന്നു.
കാട്ടിൽ അപ്പോഴും ഒറ്റപ്പെട്ട ചില പോരാട്ടങ്ങൾ നടന്നിരുന്നെങ്കിലും ആത്മാവ് നഷ്ടപ്പെട്ട ഒരു ശരീരമായി ആ വിപ്ലവം മാറിക്കഴിഞ്ഞിരുന്നു. ചങ്ങലകളിൽ ബന്ധനസ്ഥനായ വാരിയം കുന്നനെയും കൊണ്ട് ബ്രിട്ടീഷ് പട്ടാളം മലപ്പുറം കുന്ന് കയറുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പിന്നോട്ട് സഞ്ചരിച്ചിരിക്കാം. ഇതേ കുന്നിൻ ചെരുവുകളിലാണ് മാസങ്ങൾക്ക് മുൻപ് താനൊരു രാജാവായിരുന്നത്, തൻ്റെ ഉത്തരവുകൾക്കായി ആയിരങ്ങൾ കാതോർത്തിരുന്നത്, തൻ്റെ സൈന്യം ബ്രിട്ടീഷ് പട്ടാളത്തെ തുരത്തി ഓടിച്ചത്. ഇന്ന് അതേ മണ്ണിലൂടെ താൻ ഒരു തടവുകാരനായി ചതിയനായൊരു സുഹൃത്തിൻ്റെ ഓർമ്മയും പേറി നടന്നുപോകുന്നു. ആ നടത്തത്തിൽ പക്ഷേ പരാജയപ്പെട്ടവൻ്റെ നിരാശയായിരുന്നില്ല, മറിച്ച് ഒരു ദൗത്യം പൂർത്തിയാക്കിയവൻ്റെ ശാന്തതയായിരുന്നു ആ മുഖത്ത്. ഹാജിയെ പാർപ്പിച്ചത് മലപ്പുറം പട്ടാള ക്യാമ്പിനുള്ളിലെ അതിസുരക്ഷാ മുറിയിലാണ്. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ദിവസങ്ങൾ കടന്നുപോയി. വിചാരണ എന്ന പ്രഹസനത്തിനുള്ള ഒരുക്കങ്ങൾ ബ്രിട്ടീഷുകാർ ഇതിനിടയിൽ പൂർത്തിയാക്കിയിരുന്നു. അതൊരു യഥാർത്ഥ കോടതിയായിരുന്നില്ല. സാധാരണ പൗരന്മാർക്കുള്ള നിയമങ്ങളൊന്നും അവിടെ ബാധകമായിരുന്നില്ല. പട്ടാള നിയമപ്രകാരം സ്ഥാപിച്ച ഒരു മിലിറ്ററി ട്രൈബ്യൂണലായിരുന്നു അത്. വിധി എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി എഴുതിവച്ച ഒരു നാടകം. വിചാരണയുടെ ദിവസം പട്ടാള ക്യാമ്പിനുള്ളിൽ ഒരുക്കിയ ഒരു താൽക്കാലിക മുറിയിലാണ് കോടതി ചേരുന്നത്. ഉയർന്ന ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരാണ് ന്യായാധിപരുടെ കസേരകളിൽ ഇരിക്കുന്നത്. മുന്നിൽ വിലങ്ങുവച്ച കൈകളുമായി ഹാജി നിന്നു. അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം വായിച്ചു. ബ്രിട്ടീഷ് രാജാവിനെതിരെ യുദ്ധം ചെയ്തു, കൊലപാതകങ്ങൾ നടത്തി, സർക്കാർ ഖജനാവ് കൊള്ളയടിച്ചു. കുറ്റങ്ങളുടെ പട്ടിക നീണ്ടുപോയി. തെളിവായി അവർ ഹാജരാക്കിയതെന്താണെന്നോ? ഹാജി സ്ഥാപിച്ച മലയാള രാജ്യത്തിലെ ഭരണരേഖകൾ തന്നെ. അദ്ദേഹത്തിൻ്റെ സൈന്യം പിടിച്ചെടുത്ത പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് കണ്ടെടുത്ത ബ്രിട്ടീഷ് തോക്കുകൾ, അദ്ദേഹം നികുതി പിരിക്കാൻ പുറപ്പെടുവിച്ച ഉത്തരവുകൾ, അദ്ദേഹത്തിൻ്റെ ഭരണപ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ചാരന്മാരെ വിചാരണ ചെയ്തതിൻ്റെ രേഖകൾ. ഓരോ തെളിവും ഹാജരാക്കുമ്പോൾ ബ്രിട്ടീഷുകാർ കരുതിയത് അദ്ദേഹം തലകുനിക്കുമെന്നാണ്. എന്നാൽ ഓരോ കുറ്റപത്രം വായിക്കുമ്പോഴും ഹാജിയുടെ മുഖത്ത് ഒരു പുച്ഛിച്ചിരി വിടരുകയായിരുന്നു. ഒടുവിൽ ന്യായാധിപൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കെന്തെങ്കിലും പറയാനുണ്ടോ? അതൊരു ചോദ്യമായിരുന്നില്ല, കീഴടങ്ങുന്നതിന് മുൻപുള്ള അവസാനത്തെ ഒരവസരം, കുറ്റം സമ്മതിച്ച് ദയയ്ക്ക് വേണ്ടി യാചിക്കാനുള്ള അവസരം. പക്ഷേ ഹാജി സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആ മുറി നിശബ്ദമായി. അതൊരു യാചനയായിരുന്നില്ല, അതൊരു പ്രഖ്യാപനമായിരുന്നു. അതെ, എനിക്ക് പറയാനുണ്ട്. ശാന്തവും എന്നാൽ ഉറച്ചതുമായ ശബ്ദത്തിൽ അദ്ദേഹം തുടങ്ങി. നിങ്ങൾ ഈ വായിച്ച കുറ്റങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും എൻ്റെ നാട്ടിലൊരു കുറ്റമല്ല. നിങ്ങൾ ബ്രിട്ടീഷുകാർ കടൽ കടന്നു വന്ന് ഞങ്ങളുടെ നാട് പിടിച്ചടക്കി, ഞങ്ങളുടെ ജനങ്ങളെ അടിമകളാക്കി, ഞങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ചു. അതിനെതിരെ പോരാടുന്നത് എങ്ങനെയാണ് കുറ്റമാകുന്നത്? ഞാനിവിടെ ഒരു സർക്കാർ ഉണ്ടാക്കി. അതെ, നിങ്ങളുടെ നിയമപുസ്തകത്തിൽ അതൊരു വലിയ തെറ്റായിരിക്കും. പക്ഷേ എൻ്റെ നാട്ടിലെ പാവപ്പെട്ട കർഷകർക്ക് നീതി നൽകാനാണ് ഞാനത് ചെയ്തത്. അവർക്ക് സമാധാനമായി ഉറങ്ങാൻ ഒരവസരം നൽകാനാണ് ഞാനത് ചെയ്തത്. അദ്ദേഹം നിർത്തിയില്ല. എൻ്റെ പിതാവിനെ നിങ്ങൾ ആൻഡമാനിലേക്ക് നാടുകടത്തി. ഒരു ലഹളക്കാരനായിട്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ മുദ്രകുത്തിയത്. എന്നാൽ അദ്ദേഹം പോരാടിയത് സ്വന്തം മണ്ണിൻ്റെ അവകാശത്തിന് വേണ്ടിയായിരുന്നു. ആ പോരാട്ടം തന്നെയാണ് ഞാനും തുടർന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ മുഖത്ത് കരിനിഴൽ വീഴ്ത്തി. അവർക്ക് മുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണ തടവുകാരനല്ല, മറിച്ച് ഒരു ജനതയുടെ ആത്മാഭിമാനമാണെന്ന് അവർ തിരിച്ചറിയുകയായിരുന്നു. വിചാരണയുടെ അവസാനം തനിക്ക് വിധിക്കാൻ പോകുന്ന ശിക്ഷ എന്തായിരിക്കുമെന്ന് ഹാജിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവസാനമായി അദ്ദേഹം അവരോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. അതൊരു ദയാഹർജിയായിരുന്നില്ല, മറിച്ച് ഒരു പോരാളിയുടെ അന്ത്യാഭിലാഷങ്ങളായിരുന്നു. എന്നെ നിങ്ങൾ വെടിവെച്ച് കൊല്ലുമെന്നെനിക്കറിയാം. അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ കണ്ണുകൾ കെട്ടരുത്. എൻ്റെ നെഞ്ചിലേക്ക് തന്നെ വെടിവെക്കണം. പിന്നിൽ നിന്നാവരുത്. കൈകൾ രണ്ടും പിന്നോട്ട് കെട്ടിയിടരുത്. മുന്നിൽ സ്വതന്ത്രമായി വിടണം. ഒരു ഭീരുവിനെ പോലെ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മരണം പോലും ഈ മണ്ണിനു വേണ്ടിയുള്ള എൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. ഞാൻ എങ്ങനെയാണ് മരിക്കുന്നതെന്ന് എൻ്റെ ജനങ്ങൾ കാണണം. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേട്ട് ആ ഉദ്യോഗസ്ഥർ ഒരു നിമിഷം സ്തബ്ധരായി നിന്നുപോയി. മരണത്തെ മുഖാമുഖം കാണുമ്പോഴും ഇത്രയും ധൈര്യം കാണിക്കുന്ന ഒരാളെ അവർ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. വിധി പ്രഖ്യാപനം ഒരു ചടങ്ങ് മാത്രമായിരുന്നു. ബ്രിട്ടീഷ് രാജാവിനെതിരെ യുദ്ധം ചെയ്ത കുറ്റത്തിന് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വെടിവെച്ചു കൊല്ലാൻ കോടതി ഉത്തരവിട്ടു. 1922 ജനുവരി 20 മലപ്പുറത്തെ കോട്ടക്കുന്നിൻ്റെ ചെരിവ്
അതാണ് വധശിക്ഷ നടപ്പാക്കാനുള്ള സ്ഥലമായി തിരഞ്ഞെടുത്തത്. പട്ടാളക്കാർ ആ പ്രദേശം മുഴുവൻ വളഞ്ഞിരുന്നു. കുറച്ചു നാട്ടുകാരെ നിർബന്ധിച്ച് അവിടെ കാണികളായി കൊണ്ടുവന്നിരുത്തിയിരുന്നു. ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി. തങ്ങൾക്കെതിരെ ആയുധമെടുക്കുന്ന ഏതൊരാൾക്കും ഇതായിരിക്കും ഗതിയെന്ന് കാണിച്ചു കൊടുക്കാൻ. കൈകൾ മുന്നിൽ ബന്ധിച്ച് തല ഉയർത്തിപ്പിടിച്ച ഹാജി ആ കൊലമരത്തിലേക്ക് നടന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഭയത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. ഫയറിംഗ് സ്ക്വാഡിന് മുന്നിൽ അവർ അദ്ദേഹത്തെ നിർത്തി. ഒരു ഉദ്യോഗസ്ഥൻ കറുത്ത തുണിയുമായി കണ്ണുകെട്ടനായി മുന്നോട്ട് വന്നു. ഹാജി അയാളെ തലയാട്ടി വിലക്കി. അദ്ദേഹം അവസാനമായി ഒരു നോട്ടം ചുറ്റും നോക്കി. തന്നെ ഭയത്തോടെ നോക്കി നിൽക്കുന്ന നാട്ടുകാരെ, താൻ ജനിച്ചു വളർന്ന ഈ മലബാറിന്റെ മണ്ണിനെ, ആകാശത്തെ. എന്നിട്ട് ഫയറിംഗ് സ്ക്വാഡിന് നേരെ തിരിഞ്ഞ് നെഞ്ചുവിരിച്ചു നിന്നു. തോക്കുകൾ ഒരുമിച്ച് ഗർജിച്ചു. ആ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി ഒരു നിമിഷം പോലും പതരാതെ ആ ധീരനായ പോരാളി കോട്ടക്കുന്നിന്റെ മണ്ണിലേക്ക് മറിഞ്ഞു വീണു. പക്ഷേ അതുകൊണ്ടും ബ്രിട്ടീഷുകാരുടെ പകയടങ്ങിയില്ല. ഹാജിയുടെ ശരീരം അവർ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തില്ല. ഒരു ശവകുടീരം പോലും അദ്ദേഹത്തിന് ഈ മണ്ണിലുണ്ടാകരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം ആ ശവകുടീരം ഭാവിയിൽ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയേക്കാം. അത് പുതിയ വിപ്ലവങ്ങൾക്ക് പ്രചോദനമായേക്കാം. അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് ആ പേര് തന്നെ തുടച്ചു നീക്കാൻ അവർ തീരുമാനിച്ചു. അവർ ഹാജിയുടെ മൃതദേഹമെടുത്തു. അതോടൊപ്പം അവർ പിടിച്ചെടുത്ത മലയാള രാജ്യത്തിന്റെ എല്ലാ ഭരണരേഖകളും പാസ്പോർട്ടുകളും ഉത്തരവുകളും ഒരു ചിതയിൽ കൂട്ടിയിരിക്കൂ. മണ്ണെണ്ണയൊഴിച്ച് അതിന് തീ കൊടുത്തു. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന മനുഷ്യനും അദ്ദേഹം കെട്ടിപ്പടുത്ത രാഷ്ട്രത്തിന്റെ ഓർമ്മകളും ഒരേ ചിതയിൽ വെന്തെരിഞ്ഞ് ചാമ്പരായി മാറുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നോക്കി നിന്നു. അങ്ങനെ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ എല്ലാം നശിപ്പിച്ചു എന്നവർ ഉറപ്പിച്ചു. എന്നാൽ കത്തിച്ചാൽ കരിഞ്ഞു പോകാത്തൊന്നാണ് ഓർമ്മയെന്ന് അവരന്ന് അറിഞ്ഞിരുന്നില്ല. പട്ടാളക്കോടതിയുടെ നിയമസാധുതയെക്കുറിച്ച് പിൽക്കാലത്ത് ഒരുപാട് സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഒരു സമാന്തര രാഷ്ട്രത്തിന്റെ തലവനെ വിചാരണ ചെയ്യാൻ അധിനിവേശ ശക്തിയുടെ പട്ടാളക്കോടതിക്ക് അധികാരമുണ്ടോ എന്ന ചോദ്യം ഇന്നും ചരിത്ര വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ്. കോട്ടക്കുന്നിന്റെ മണ്ണിൽ വാര്യം കുന്നിന്റെ ശരീരവും അദ്ദേഹം സ്ഥാപിച്ച രാഷ്ട്രത്തിന്റെ രേഖകളും ഒരേ ചിതയിൽ എരിഞ്ഞടങ്ങുമ്പോൾ തങ്ങൾ ആ ചരിത്രം തന്നെ ഇല്ലാതാക്കുകയാണെന്ന് ബ്രിട്ടീഷുകാർ ആശ്വസിച്ചു. ചരിത്രം എന്നത് എപ്പോഴും വിജയിച്ചവരുടെ കഥയാണല്ലോ. തങ്ങൾ എഴുതുന്നതാണ് ഔദ്യോഗിക ചരിത്രം. ആ ചരിത്ര പുസ്തകങ്ങളിൽ വാര്യം കുന്നൻ ഒരു കൊള്ളക്കാരനും മതഭ്രാന്തനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ അനാവശ്യമായി കലാപം നടത്തിയ ഒരു വില്ലനുമായിരിക്കും. അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ചോ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചോ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച പോരാട്ടങ്ങളെക്കുറിച്ചോ ഒരു വാക്കുപോലും അവർ രേഖപ്പെടുത്തിയില്ല. ഇനി അഥവാ രേഖപ്പെടുത്തിയാൽ തന്നെ അതിനെ ഒരു കൂട്ടം കൊള്ളക്കാരുടെ അഴിഞ്ഞാട്ടമായി ചിത്രീകരിച്ചു. അവർക്ക് ഭയമുണ്ടായിരുന്നത് ജീവിച്ചിരിക്കുന്ന വാര്യം കുന്നനെയല്ല, മരിച്ച വാര്യം കുന്നനെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയായിരുന്നു. അതുകൊണ്ട് ആ ഓർമ്മയുടെ അവസാനത്തെ കണികയും ഈ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാൻ അവർ തീരുമാനിച്ചു. ഹാജിയെക്കുറിച്ചോ മലബാർ വിപ്ലവത്തെക്കുറിച്ചോ പാടുന്നതിന് അവർ വിലക്കേർപ്പെടുത്തി. അത്തരം പാട്ടുകളടങ്ങിയ പഴയ കിസപ്പാട്ട് പുസ്തകങ്ങൾ കണ്ടുകെട്ടി നശിപ്പിച്ചു. അത്തരം കഥകൾ പറയുന്നവരെയും പാടുന്നവരെയും ജയിലിലടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒരു ജനതയുടെ ഓർമ്മയെ നിയമം കൊണ്ട് ഇല്ലാതാക്കാമെന്ന് അവർ വിശ്വസിച്ചു. കുറച്ചുകാലത്തേക്കൊരു നിശബ്ദത ആ മണ്ണിൽ തളം കിട്ടി നിന്നു. ഭയം കാരണം ആളുകൾ പരസ്യമായി ഒന്നും സംസാരിച്ചില്ല. ബ്രിട്ടീഷ് ഭരണം അതിന്റെ എല്ലാ ശക്തിയോടും കൂടി തിരിച്ചു വന്നിരുന്നു. പട്ടാളത്തിന്റെ ബൂട്ടിന്റെ ശബ്ദം ഗ്രാമങ്ങളെ ഭരിച്ചു. പക്ഷെ അവർക്ക് തെറ്റി. അവർക്ക് കത്തിച്ചാൽ കരിഞ്ഞുപോകാത്ത ഒന്നുണ്ടായിരുന്നു: പാട്ടുകൾ. മലബാറിലെ രാവുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ജോലിയെല്ലാം കഴിഞ്ഞ് വീടുകളുടെ അരണ്ട വെളിച്ചത്തിൽ ആളുകൾ ഒത്തുകൂടുമ്പോൾ അവിടെ കഥകളും പാട്ടുകളും പിറക്കും. ബ്രിട്ടീഷുകാരുടെ തോക്കിനും നിയമത്തിനും ആ വീടുകളുടെ അകത്തളങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അവിടെ അടക്കിപ്പിടിച്ച ശബ്ദത്തിൽ ആ പാട്ടുകൾ വീണ്ടും ജീവിച്ചു. പുതിയ പാട്ടുകൾ പിറന്നു. വാര്യം കുന്നൻ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരെ പൂക്കോട്ടൂരിൽ വെച്ച് തോൽപ്പിച്ചതെന്ന് വർണ്ണിക്കുന്ന പാട്ടുകൾ. അദ്ദേഹം എങ്ങനെയാണ് സ്വന്തമായി പാസ്പോർട്ട് ഉണ്ടാക്കിയതെന്ന് അത്ഭുതത്തോടെ പറയുന്ന പാട്ടുകൾ. ചതിയിൽപ്പെട്ട അദ്ദേഹം പിടിക്കപ്പെട്ടപ്പോൾ ആകാശവും ഭൂമിയും കരഞ്ഞു എന്ന് പറയുന്ന പാട്ടുകൾ. അവസാനം മരണത്തിനു മുന്നിൽ പോലും തലകുനിക്കാതെ നിന്ന ആ ധീരന്റെ കഥ പറയുന്ന പാട്ടുകൾ. ഈ പാട്ടുകൾ വെറും പാട്ടുകളായിരുന്നില്ല, അത് ചരിത്രമായിരുന്നു. ഔദ്യോഗിക ചരിത്രം പുറന്തള്ളിയ ഒരു ജനതയുടെ സ്വന്തം ചരിത്രം. നിരക്ഷരരായ കർഷകർക്ക് ബ്രിട്ടീഷുകാർ എഴുതിയ ചരിത്ര പുസ്തകങ്ങൾ വായിക്കാൻ അറിയില്ലായിരുന്നു. പക്ഷേ ഈ പാട്ടുകൾ അവർക്ക് ഹൃദിസ്ഥമായിരുന്നു. അച്ഛൻ അപ്പൂപ്പന്മാർ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഈ പാട്ടുകൾ പാടിക്കൊടുത്തു. അങ്ങനെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ആ ഓർമ്മ കൈമാറ്റം ചെയ്യപ്പെട്ടു.
ബ്രിട്ടീഷുകാർ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റിയ ഒരു പേര് ഒരു ജനതയുടെ ഹൃദയത്തിൽ കൂടുതൽ ആഴത്തിൽ പതിഞ്ഞുകൊണ്ടേയിരുന്നു. ഇവിടെയാണ് ചരിത്രത്തിന്റെ രണ്ട് ധാരകൾ രൂപപ്പെടുന്നത്. ഒന്ന്, സർക്കാർ രേഖകളിലെ വിജയികൾ എഴുതിയ ചരിത്രം. അതിൽ വാര്യം കുന്നൻ ഒരു വില്ലനാണ്. രണ്ട്, ജനങ്ങളുടെ ഓർമ്മകളിലെ പാട്ടുകളിലെ ചരിത്രം. അതിൽ അദ്ദേഹം ഒരു വീരനായകനാണ്. ഈ രണ്ട് ചരിത്രങ്ങളും തമ്മിലുള്ള ഒരു സംവാദം ഇന്നും തുടരുന്നു. ചിലർക്ക് അദ്ദേഹം ഒരു വർഗീയവാദിയാണെങ്കിൽ മറ്റു ചിലർക്ക് അദ്ദേഹം ഒരു മതേതരത്വത്തിന്റെ പ്രതീകമാണ്. ചിലർക്ക് അദ്ദേഹം ഒരു കൊള്ളക്കാരനാണെങ്കിൽ മറ്റു ചിലർക്ക് അദ്ദേഹം ഒരു ഭരണാധികാരിയാണ്. ഈ സംവാദങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ ഒരു മ്യൂസിയത്തിലെ പൊടി പിടിച്ച വസ്തുവായി മാറ്റാതെ ഇന്നും ജീവനുള്ള ഒരു ചരിത്രപുരുഷനായി നിലനിർത്തുന്നത്. വർഷങ്ങൾ കടന്നുപോയി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു. ഇന്ത്യ സ്വതന്ത്രയായി. പുതിയൊരു ലോകം പിറന്നു. മലബാറിന്റെ മുഖച്ഛായ മാറി. പഴയ തലമുറ ഓർമ്മയായി. എങ്കിലും ആ പാട്ടുകൾ അപ്പോഴും എവിടെയൊക്കെയോ ബാക്കിയുണ്ടായിരുന്നു. ചിലപ്പോൾ കല്യാണ വീടുകളിലെ ഒപ്പന പാട്ടുകൾക്കിടയിൽ, അല്ലെങ്കിൽ വയസ്സായ മുത്തശ്ശിമാരുടെ താരാട്ടുപാട്ടുകളിൽ ആ പേര് മാഞ്ഞു പോകാതെ നിന്നു. പിന്നീട് ചരിത്രത്തെ പുതിയ കണ്ണുകളോടെ നോക്കാൻ തുടങ്ങിയ ഒരു തലമുറ വന്നു. അക്കാദമിക് പണ്ഡിതന്മാരും ഗവേഷകരും ബ്രിട്ടീഷ് ആർക്കൈവ്സിലെ പഴയ രേഖകൾ വീണ്ടും പരിശോധിക്കാൻ തുടങ്ങി. അവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ പഴയ പാട്ടുകൾ ശേഖരിച്ചു. അങ്ങനെ മറന്നുപോയ ആ ചരിത്രം വീണ്ടും ചർച്ചാ വിഷയമായി മാറി. ഔദ്യോഗിക ചരിത്രം പറയാൻ മടിച്ച കഥകൾ അവർ കണ്ടെടുത്തു. വാര്യം കുന്നിന്റെ സൈന്യത്തിൽ ഹിന്ദുക്കൾക്ക് ഉയർന്ന സ്ഥാനങ്ങൾ നൽകിയിരുന്നതിനെക്കുറിച്ച്, അദ്ദേഹം ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ ഉത്തരവിട്ടതിനെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ നീതി നടപ്പാക്കിയിരുന്നതിനെക്കുറിച്ച്. ഈ പുതിയ കണ്ടെത്തലുകൾ ബ്രിട്ടീഷുകാർ പ്രചരിപ്പിച്ച മതഭ്രാന്തൻ എന്ന ചിത്രത്തെ ചോദ്യം ചെയ്തു. ഇന്ന് 100 വർഷങ്ങൾക്കിപ്പുറം വാര്യം കുന്നനെക്കുറിച്ചുള്ള ചർച്ചകൾ മുമ്പെന്നത്തെക്കാളും സജീവമാണ്. അദ്ദേഹത്തെക്കുറിച്ച് സിനിമകൾ വരുന്നു, പുസ്തകങ്ങൾ എഴുതപ്പെടുന്നു, സംവാദങ്ങൾ നടക്കുന്നു. ചരിത്ര പുസ്തകത്തിന്റെ ചട്ടകൂടുകൾ ഭേദിച്ച് അദ്ദേഹം വീണ്ടും പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു നൂറ്റാണ്ടിന് ശേഷവും ആ പേര് നമ്മളെ ഇങ്ങനെ ആകർഷിക്കുന്നത്? ഒരുപക്ഷേ അനീതിക്കെതിരെ പോരാടാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ പ്രതീകമായതുകൊണ്ടാവാം. അല്ലെങ്കിൽ സ്വന്തമായി ഒരു രാഷ്ട്രം സ്വപ്നം കണ്ട ഒരു സാധാരണക്കാരന്റെ അസാധാരണമായ കഥയായതുകൊണ്ടാവാം. നമ്മൾ ഈ കഥ ഇവിടെ പറഞ്ഞു നിർത്തുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ചരിത്രം ഒരിക്കലും കറുപ്പും വെളുപ്പുമല്ല. അത് പലപ്പോഴും ചാരനിറത്തിലാണ്. വാര്യം കുന്നനും ഒരു മനുഷ്യനായിരുന്നു. എല്ലാ മനുഷ്യരെയും പോലെ അദ്ദേഹത്തിനും ശരികളും തെറ്റുകളും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അനീതിക്കെതിരെ സ്വന്തം ജീവൻ പണയം വെച്ച് സാധാരണക്കാർക്ക് വേണ്ടി പോരാടി എന്നത് ഒരു ചരിത്ര സത്യമാണ്. ബ്രിട്ടീഷുകാർ കത്തിച്ച ആ ചിതയിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ആ ഓർമ്മ വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പാട്ടുകളിലൂടെയും കഥകളിലൂടെയും തലമുറകളിലൂടെയും അതിനിയും ജീവിക്കും. ഇരുട്ട് വീണു തുടങ്ങുന്നു. മലബാറിലെ കുന്നുകളിൽ നിന്ന് ഒരുപക്ഷെ പഴയൊരു മാപ്പിളപ്പാട്ടിന്റെ നേർത്ത ഈണം കാറ്റിലൊഴുകി വരുന്നുണ്ടാവാം. അത് 100 വർഷം മുൻപ് ജീവിച്ചു മരിച്ച ഒരു പോരാളിയുടെ കഥയായിരിക്കാം. അല്ലെങ്കിൽ നാളത്തെ നല്ലൊരു പുലരിയെക്കുറിച്ചുള്ള ഒരു സ്വപ്നമായിരിക്കാം. ആ പാട്ടുകൾ കേട്ട് നമുക്ക് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീഴാം. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ശാന്തമായ ഒരു രാത്രി നേരുന്നു. നല്ല സ്വപ്നങ്ങൾ കാണുക. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ശുഭരാത്രി നേരുന്നു.